എന്റെ 2 കാതിലും ഇവിടെ 3 റിങ്സ് ഉണ്ടായിരുന്നു. ഈ സൈഡിൽ ഉണ്ടായിരുന്നത് ചെവിയുടെ കണ്ണിന് മുകളിലും ചുണ്ടിന് താഴെ അങ്ങനെ ഒരു രൂപമായിരുന്നു. മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു പ്രത്യേക ഒരു പ്രാകൃത രൂപത്തിലായിരുന്നു. മുഖം കഴിഞ്ഞ് ഞാൻ മമ്മിയുടെ അലമാരിക്കകത്ത് പോയി നോക്കി. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവുമായി ഇന്ന് നമസ്കാരം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രവീൺ കുമാറാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമാറാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രവീൺ കുമാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോട് സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ലോർഡ് ദൈവദാസനെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളട്ടെ. എന്റെ പേര് പാസ്റ്റർ പ്രവീൺ കുമാർ. ഞാൻ ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ഭൂട്ടാൻ ബോർഡറിലുള്ള ജേഗാവ് എന്ന പട്ടണത്തിൽ താമസങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവിടെ ഞാനും കുടുംബമായി ഇവിടെ പാർക്കുന്നു. എൻ്റെ ഭാര്യ ദബോര, 2 കുഞ്ഞുങ്ങൾ ഹാനു, ഹന്ന. ഞാൻ ജേഗാവിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു പാസ്റ്റർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവദാസനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. പ്രത്യേക അരോമ ടിവിയിൽ ഇന്ന് പ്രിയപ്പെട്ടവരൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപായി ശ്രേഷ്ഠ ദൈവവൃത്യൻ മായി സംസാരിപ്പാനും ഇപ്രകാരം ഒരു അവസരം അടിയന് ലഭിക്കാനും ഇതൊക്കെ നമ്മുടെയായി. ഇതെന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായ ഒരു സമയമായി ഞാൻ കരുതുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അരോമ ടിവി എന്നെ റെഫർ ചെയ്ത ഒരു ദേവദാസനുണ്ട്. അദ്ദേഹം മുഖാന്തരം ഞാൻ അരോമ ടിവി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കുവാൻ തക്കണപടിയായി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അനേക ദൈവഭൃത്യന്മാരുടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെയും അവരനുഭവിച്ച ജീവിത സാഹചര്യങ്ങളൊക്കെയും കേൾപ്പാനും ആ സാക്ഷ്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. പക്ഷെ എനിക്കും ഇപ്രകാരം ഒരു അവസരം ദൈവം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ സ്വയം പരിചയപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ പേര് പാസ്റ്റർ പ്രവീൺ കുമാർ. എൻ്റെ സ്വദേശം നാട്ടിൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള തൃക്കൊടുത്താനം എന്ന് പറയുന്ന പ്രദേശത്താണ് എൻ്റെ സ്വദേശം. എൻ്റെ പപ്പ, മമ്മി, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. അവരൊക്കെയും വിവാഹിതരായി അവർ കുടുംബ ജീവിതത്തിലായിരിക്കുന്നു. എൻ്റെ പിതാവ് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒരു ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്നു. എൻ്റെ മമ്മി ഹൗസ് വൈഫാണ്. ഞങ്ങൾ ചെറുപ്രായം മുതലേ ഞങ്ങൾ കർത്താവിനെ അറിയാത്ത ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ക്രിസ്തുവിനെ പറ്റി ഞങ്ങൾ അറിയുന്നത് എൻ്റെ വീടിനടുത്തൊരു ചർച്ചിൽ പ്രകാരം VBS നടക്കുന്ന സമയങ്ങളിൽ എൻ്റെ മാതാവ് ഞങ്ങളെ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ അയക്കുമായിരുന്നു. ആ VBS സമയത്ത് മമ്മി തൊട്ടടുത്തുള്ള ചർച്ചിൽ VBS നടക്കുന്നിടത്ത് ഞങ്ങളെ അയക്കുമായിരുന്നു. അത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ നമ്മളുടെ വേനൽക്കാല അവധി സമയങ്ങളിലെ VBSന് പോയുള്ള ഒരു പരിചയമുണ്ട്. ആഴ്ചയിൽ 2 മാസത്തെ അവധിയുടെ ഇടയിൽ 7 ദിവസം ഉള്ള VBS ചെറുപ്രായങ്ങളിൽ ഞങ്ങൾക്ക് കടന്നുപോയി അന്ന് VBSലെ ആക്ഷൻ സോങ്ങുകളൊക്കെയും പഠിക്കുവാനും ചില വചനങ്ങളൊക്കെയും പഠിക്കുവാനും ആ ചെറുപ്പകാലത്ത് നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ LP സ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും രണ്ട് സ്കൂളുകളിലായിരുന്നു. അത് രണ്ടും ക്രിസ്തീയ സ്കൂളുകളിലായിരുന്നത് കൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൊക്കെയും കടന്നു പോകാൻ തക്കോണം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
അതിനുശേഷം എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിനായി ഞാൻ ഏറ്റുമാനൂരിന്റെ പ്രദേശത്ത് കടന്നുപോയി. അവിടെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസമാകുകയും തുടർന്ന് അതിനുശേഷം കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഒക്കെ നേടി. പിന്നീട് ബാംഗ്ലൂരിന്റെ പ്രദേശത്തും എനിക്ക് വിദ്യാഭ്യാസം നേടുവാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ വേദപഠനത്തിനായി ഞാൻ പിന്നീട് തമിഴ്നാട്ടിലും പഠിക്കുവാൻ അവസരം ലഭിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിൽ പഠിക്കുവാൻ, വിദ്യാഭ്യാസം ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരങ്ങളെ നൽകി തന്നു. അതിനുശേഷം ഞാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഞാൻ നാട്ടിൽ തന്നെയുള്ള ഒരു സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഞാൻ അവിടെ സീനിയർ ഡയറക്ടറായിട്ട് പ്രവർത്തിപ്പാനും പല ഡിസ്ട്രിക്റ്റുകളുടെ ഉത്തരവാദിത്തം ഏറ്റു പ്രവർത്തിക്കുവാനും ഒക്കെയും വർക്ക് ചെയ്യുവാനൊക്കെയും ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി. അതിനുശേഷം തുടർന്ന് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചില വർഷങ്ങൾ ജോലി ചെയ്യുവാനും എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയങ്ങളിലൊക്കെയുമാണ് ഞാൻ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള സാഹചര്യം. എൻ്റെ വർക്കിന്റെ അവസാന കാലഘട്ട സമയങ്ങളിലായിരുന്നു കൂടുതലായും കർത്താവിനെ അറിയുവാനൊക്കെയും എനിക്ക് ഇടയായി തീർന്നത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യ ദബോര അവരൊരു മിഷണറി കുടുംബത്തിലെ അംഗമാണ്. അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും മിഷണറീസ് ആണ്. അവരുടെ ഗ്രാൻഡ് ഫാദർ ഒരു മിഷണറിയാണ്. തൻ്റെ കുടുംബത്തിലെ പിതാവിന്റെ സഹോദരങ്ങൾ എല്ലാവരും മിഷണറീസ് ആണ്. അവര് നേപ്പാളി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ്. തൻ്റെ പിതാവ്, തന്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹമാണ് ഒരിക്കൽ എന്നോട് ഞങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെയും ആലോചിക്കുകയും ഇത് പ്രകാരം ക്രമീകരിക്കുവാനിടയായത്. ദീർഘനാൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും എനിക്ക് സഹായമായി. അതേപോലെ ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ചില മണിക്കൂറുകളുടെ യാത്രകൾ മാത്രമേ ഉള്ളൂ വൈഫിന്റെ വീട്ടിലേക്ക്. അതിനാൽ ഈ ഭാഗങ്ങളിലുള്ള റീജിയണൽ ഭാഷകൾ പഠിക്കാനൊക്കെയും എനിക്ക് അതൊക്കെ വളരെ ഉപകാരമായിരുന്നു. അവര് വൈഫിന്റെ ഭാഷയായിരിക്കുന്ന നേപ്പാളി, അതേപോലെ ഇവിടെ ഭാഗങ്ങളിലുള്ള ബംഗാളി ഭാഷ ഉണ്ട്, അതുപോലെ സാദരി ഭാഷ, അതേപോലെ റാബ, ബോഡോ, അങ്ങനെ നിരവധിയായിരിക്കുന്ന ഭാഷകൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുണ്ട്. അതേപോലെ ജോങ്ക എന്ന് പറയുന്ന ഭൂട്ടനീസ് ഭാഷയും സംസാരിക്കുന്നവരുമുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ ഒപ്പം ട്രെയിനിങ്ങിനായി ചില കുഞ്ഞുങ്ങളുണ്ട്, അവരൊക്കെയും ജോങ്ക ഭാഷയാണ് സംസാരിക്കുന്നത്. അങ്ങനെ പല ഭാഷകളൊക്കെയും പഠിക്കുവാൻ ദൈവം അവസരങ്ങളെ നൽകി. ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതാനുഭവത്തെ പറ്റി അല്പമായി ഞാൻ പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും അതേപോലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെയും ഏറ്റവും ഭംഗിയായ രീതിയിൽ എനിക്ക് ചെയ്തെടുപ്പാൻ, നന്നായ രീതിയിൽ പഠിക്കുവാൻ എനിക്ക് ഭാഗ്യം ചെയ്തു. നല്ല രീതിയിലുള്ള മാതാപിതാക്കൾ നല്ല ശിക്ഷണത്തിൽ, ചെറുപ്രായത്തിലെ നല്ല ശിക്ഷണത്തിൽ, നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ജീവിതത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ സഹോദരങ്ങളൊക്കെ അതുപോലെ സ്കൂളിൽ നല്ല നിലയിൽ പഠിക്കുന്നവരായിരുന്നു. ചില നാളുകൾക്ക് ശേഷം എൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും അവിടെ നിന്ന് പിന്നീട് ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും കടന്നു പോകുമ്പോൾ എൻ്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ അനേകർക്ക് സ്വപ്നത്തിൽ കാണുവാൻ പോലും ആഗ്രഹിക്കാത്ത നിലയിലുള്ള ജോലികളൊക്കെയും എനിക്ക് ലഭിച്ചു. ആ സാഹചര്യത്തിൽ എനിക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് ആരുടെ ഭാഗത്തുനിന്നും ലഭിച്ചിരുന്നില്ല. ആ സമയങ്ങളിലൊക്കെയും ഞാൻ ഈ വിവിധ ബൈക്കുകളൊക്കെയും വാങ്ങി, അതുപോലെ ബൈക്ക് റേസിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെയും ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ജീവിതമായിരുന്നു. പല വാഹനങ്ങളിലൊക്കെയും നമ്മളിപ്പോഴത്തെ ചെറുപ്പക്കാർ കാണാൻ ടി വിയിലൊക്കെ ചെയ്യുന്ന പോലെ ബൈക്ക് സ്റ്റണ്ടിങ്ങും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയും ഭയങ്കര തൽപരനായിരുന്നു. അതിലൊക്കെയും വളരെ രസം കണ്ടെത്തിയിരുന്ന അപ്രകാരമുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. ബൈക്കിനൊക്കെയും പല സ്ഥലങ്ങളിലും റേസിനൊക്കെയും ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലൊക്കെയും കടന്നു പോകായിട്ടുണ്ട്. അതേപോലെ ദീർഘദൂരമൊക്കെയും ബൈക്കില് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലെ, അതുപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലെ, അതേപോലെ ഭൂട്ടാൻ, നേപ്പാളിലൊക്കെ നാട്ടിൽ നിന്ന് ബൈക്കിൽ യാത്ര ചെയ്യുക, ദീർഘദിവസങ്ങൾ യാത്ര ചെയ്യുക, കടന്നു ഒരു അപ്രകാരമുള്ള ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്ന ഈ ജയഗാവ് എന്ന സ്ഥലത്ത് ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഞാൻ ഭൂട്ടാന്റെ തലസ്ഥാനമായ തിമ്പുവിലേക്ക് കേരളത്തിൽ നിന്ന് ബൈക്കിൽ യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ദിവസം ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇപ്രകാരം ഒരു സ്ഥലത്ത് വന്ന് എനിക്ക് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കേണ്ടതായി വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. അപ്രകാരമുള്ള ഒരു ജീവിതത്തിലായിരുന്നു ഞാൻ. പിന്നീട്
പതിയെ പതിയെ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീരുവാനിടയായി. മദ്യത്തിന് അടിമയായി കാലക്രമേണ എൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടയായി. ഏകദേശം 40-ലധികം ആക്സിഡന്റുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എന്നെ അറിയാവുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, എൻ്റെ കാലുകളും കൈകളും ഒക്കെയും ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ വലതെ കൈയുടെ തോള് എല്ല് പൊട്ടി കൈ ഉയർത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇടത് കാല് പൂർണ്ണമായി തകർന്ന് നടക്കുവാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ വലിയ ഒരു ശാരീരികമായ നിലകളിലൊക്കെയും ഞാൻ തകർന്നു പോയൊരു അനുഭവമായിരുന്നു. പിന്നീട് എനിക്ക് അത് റിക്കവർ ചെയ്ത് വരുവാൻ ഒരുപാട് വർഷങ്ങൾ എനിക്ക് എടുക്കേണ്ടതായി വന്നു. ആ സാഹചര്യങ്ങളിലൊക്കെയും എൻ്റെ ശരീരത്തിലെ വേദനകൾ മാറ്റുവാൻ വേണ്ടി ഗുളികയും കാര്യങ്ങളൊക്കെയും കഴിക്കുന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ ആ വേദന കുറവുണ്ടാകുന്നതിന് വേണ്ടി വീണ്ടും അധികമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയി. പതിയെ പതിയെ മാരകമായ മയക്കുമരുന്നുകളിലേക്ക് അടിമയായി തീരുവാനിടയായി. അത് എൻ്റെ ജീവിതത്തിൽ വലിയ രോഗങ്ങൾക്ക് കാരണമായി. എൻ്റെ ഡയബറ്റിക് കൂടി, ഏകദേശം 400-ന് മുകളിലെ ഡയബറ്റിക് ഉണ്ടാകുവാനിടയായി. ഡയബറ്റിക് ഉണ്ടായി എൻ്റെ കൈ കാലുകളൊക്കെയും വ്രണമായി. ശരീരത്തിൽ ഭയങ്കര ദുർഗന്ധമുണ്ടായി. പുറത്ത് ആരോടൊപ്പം ചിലവഴിക്കുവാനോ കുടുംബത്തിന്റെ ചില ഫംഗ്ഷനുകളിൽ കടന്നു പോകാനോ ഒക്കെ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഒരു വീടിന്റെ ഒരു മൂലയിൽ, എൻ്റെ വീടിന്റെ പുറത്ത് ഭാഗത്ത് ഒരു ചെറിയൊരു ഷെഡ് പോലും ഉണ്ടായിരുന്നു. അതിനകത്ത് ആയിരുന്നു ഞാൻ പാർത്തുകൊണ്ടിരുന്നത്. വീടിനുള്ളിൽ പോലും കയറിയില്ലായിരുന്നു. ഞാൻ പിന്നീട് എൻ്റെ അമിതമായ ഈ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെയും ഉപയോഗം പല രീതിയിലുള്ള എന്താ പറയുന്ന കേസുകൾക്കും വഴക്കുകൾക്കും ഒക്കെയും ഒരുപാട് കാരണമായി. പിന്നീട് നിരവധിയായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുവാനിടയായി. വിവിധമായിരിക്കുന്ന കേസുകൾ, അതേപോലെ സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികൾ, വലിയ ഒരു കടഭാരം എൻ്റെ മുകളിൽ ഉണ്ടാകുവാനിടയായി. ആ കടഭാരം ഞാൻ മുഖാന്തരം വന്ന കടഭാരം അത് എൻ്റെ വീട്ടിലേക്കും ഉണ്ടായി. എൻ്റെ മാതാപിതാക്കൾക്ക് അത് ബുദ്ധിമുട്ടായി തീർന്നു. എൻ്റെ സഹോദരിയുടെ മെഡിസിൻ പഠനത്തിനൊക്കെയും അത് വളരെ തടസ്സമായി നിന്നു. തനിക്ക് അത് വിദ്യാഭ്യാസത്തിനൊക്കെയും വളരെ ബുദ്ധിമുട്ടുണ്ടായി. അതുപോലെ കുടുംബത്തിൽ വളരെ വലിയ ഒരു തടസ്സത്തിന് അല്ലെങ്കിൽ ഒരു അനുഗ്രഹത്തിന് തടസ്സമായി ഞാൻ മാറുവാനിടയായി. എൻ്റെ പപ്പ ചെറുപ്പം മുതൽ ഞാൻ പറഞ്ഞ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളെ വളർത്തിയെങ്കിലും ഒരിക്കലും വടിയെടുത്തോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടോ ഞങ്ങളെ അടിക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരിക്കൽ ഞങ്ങളെ വളരെ സ്നേഹിക്കുന്നു, മമ്മിയും വളരെ സ്നേഹിക്കുന്നു. ഒരിക്കൽ ഇതുപോലെ എൻ്റെ ജീവിതം ഒരു താറുമാറായ ജീവിത മുഖാന്തരം എൻ്റെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ ബന്ധുമിത്രാദികൾക്കോ ഇവനെന്റെ സഹോദരനാണെന്നോ അല്ലെങ്കിൽ ഇവൻ എൻ്റെ ബന്ധുവാണെന്നോ പോലും പറയുന്ന രീതിയിൽ ഒരു നാണക്കേട് ഉണ്ടാകുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകാനിടയായി. ഞാൻ 2-3 തവണയോളം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്ന സമയത്ത്, ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. എൻ്റെ രോഗം മുഖാന്തരം എൻ്റെ കാലിലെയും കയ്യിലെയും ഒക്കെയും വ്രണം വളരെ വലുതായപ്പോൾ എൻ്റെ മാതാവിന് പോലും അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ സഹോദരങ്ങൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളുണ്ട്. ഒരിക്കൽ എൻ്റെ കാലിലെ ഒരു തള്ളവിരലിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു വ്രണം, ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്നുറങ്ങി എൻ്റെ വലത്തെ കാല് സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ സമയങ്ങളിൽ എൻ്റെ മയക്കുമരുന്നിന്റെയോ അല്ലെങ്കിൽ അമിതമായിരിക്കുന്ന നിക്കോട്ടിന്റെയോ മറ്റ് രാസപദാർത്ഥങ്ങളുടെയോ ഒക്കെ പ്രവർത്തനമായിരിക്കും എൻ്റെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എൻ്റെ വലതു കാലിലെ തള്ളവിരലിന്റെ ആ ഭാഗം മുഴുവനായി ഉറുമ്പ് കടിച്ചുകൊണ്ടുപോയി. എനിക്കത് അറിയുവാൻ കഴിഞ്ഞില്ല. അത്രയും ഭാഗം മുഴുവൻ ഉറുമ്പ് കൊണ്ടുപോയി. ഞാൻ ഉണർന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അത്രയും ഭാഗത്തെ ആ കാലിന്റെ അടിഭാഗത്തുള്ള കട്ടിയുള്ള തൊലിയും അതേപോലെ നഖത്തിന്റെ ആ ഭാഗങ്ങളിലെ കുറച്ച് ഭാഗവും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എല്ലൊക്കെയും തെളിഞ്ഞു കാണുന്ന നിലയിൽ എൻ്റെ ശരീരത്തിലെ ആ മാംസം ഉറുമ്പ് കടിച്ചുകൊണ്ടുപോയി. അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് വളരെ സഹിക്കാൻ പറ്റാതെ, എനിക്ക് ഉറുമ്പിനെ തൊടുവാനും എൻ്റെ കാലിലെ ആ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മാനസികമായി തകർന്നു പോയി. ഒരു മാനസിക രോഗികളുടെ ഒരു അനുഭവം, ആ ഒരു ചിന്തയിലേക്ക് എൻ്റെ മനസ്സ് കടന്നു പോകാനിടയായി. ഞാൻ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ആ ആത്മഹത്യ തീരുമാനം ഞാൻ പലപ്പോഴും 3 തവണയോളം ആത്മഹത്യ ചെയ്തു. പക്ഷെ അവിടുന്നൊക്കെയും
ദൈവം എന്നെ വിടുവിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആത്മഹത്യാ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ട് ബോധരഹിതനായി ചില ദിവസങ്ങൾ കിടന്ന് പിന്നെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വളരെ നിരാശയുണ്ട്. എന്തുകൊണ്ട് ഞാൻ മരിക്കുന്നില്ല, മരണത്തിന് പോലും എന്നെ വേണ്ടയോ എന്നുള്ള ചിന്ത എനിക്കുണ്ടാകുവാനിടയായി. അതുപോലെ ഈ ഡയബറ്റിക് രോഗം മൂർച്ഛിച്ചതിനൊപ്പം തന്നെ എന്റെ കണ്ണിന്റെ കാഴ്ചയും പതിയെ പതിയെ കുറയുവാനിടയായി. മറ്റ് ശരീരത്തിലെ അവയവങ്ങൾക്കും സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടയായി. അങ്ങനെ ഇരിക്കെ ഒരിക്കലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തമിഴ്നാടിന്റെ ചില പ്രദേശങ്ങളിലെ ട്രിച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെയും മധുര പോലുള്ള സ്ഥലങ്ങളിലൊക്കെയും ഞാൻ ഏകദേശം 1 വർഷത്തിലധികമായി ഇങ്ങനെ റോഡിൽ അലഞ്ഞിരിഞ്ഞ് നടന്ന അങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി കിടക്കുവാൻ ഇടമില്ലാതെ, കൃത്യമായി ഭക്ഷിപ്പാൻ ഒന്നുമില്ലാതെ, ജീവിതത്തിൽ നിരാശ ബാധിച്ച് എല്ലാവരിൽ നിന്നും ഒളിച്ചോടി ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിൽ എൻ്റെ ശരീരമെല്ലാം ഉണങ്ങി, മുടിയൊക്കെയും താടിയൊക്കെയും നീണ്ടു വളർന്ന് ജട പിടിച്ച് തീർത്തും ഒരു ഭ്രാന്തനെ പോലെ ആയി തീർന്നിരുന്നു. ചില നാളുകൾക്ക് ശേഷം ഞാൻ മടങ്ങി എൻ്റെ ഭവനത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ മമ്മിയുടെ അമ്മ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അവര് എന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് എൻ്റെ മുഖവും എൻ്റെ ശരീരത്തിന്റെ രൂപവും ഒന്നും കണ്ടിട്ട് മനസ്സിലായില്ല. മമ്മിയുടെ അമ്മ ഇപ്രകാരം പറഞ്ഞു, ഇവിടെ ആരുമില്ല, പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് എന്നെ അവിടെ നാട്ടി ഓടിച്ചു. ഞാൻ വീണ്ടും എന്റെ സിറ്റൗട്ടിൽ കയറിയിരുന്ന് പറഞ്ഞു, ഈ മനുഷ്യനോട് പറഞ്ഞാൽ കേൾക്കത്തില്ല, ഇവിടെ ആരുമില്ല, ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് അടുത്ത് വന്ന് നോക്കിയപ്പോൾ, സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഞാനാണെന്ന് മനസ്സിലായത്. അങ്ങനെ എന്റെ രൂപം മാറിപ്പോയിരുന്നു. എന്റെ അമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ച് വളരെ നേരം കരയുവാനിടയായി. താൻ നെഞ്ചത്തലച്ച് കരയുവാനിടയായി. എന്റെ മകന്റെ രൂപം ഇപ്രകാരമായല്ലോ, അവന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ വിചാരിച്ച് വളരെ കരയുവാനിടയായി. എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്ന എന്റെ പിതാവ് ഒരിക്കൽ തന്റെ സുഹൃത്തിനോട് ഇപ്രകാരം പറയുവാനിടയായി, ഇവൻ എന്ന് മരിക്കുന്നോ അന്ന് എന്റെ വീട്ടിൽ സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് പപ്പ ഇങ്ങനെ പറയാനിടയായി. സഹോദരങ്ങളൊക്കെ വളരെ എന്നെ വെറുത്തിരുന്നു. എന്റെ സുഹൃത്തുക്കളോ, ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന്, ഞാൻ ആ ബാക്ക് സൈഡിലൂടെ അവിടെ ചെന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, നീ വീട്ടിൽ പോകോ, നിനക്ക് കഴിക്കാനുള്ള എന്താണെങ്കിലും ഞാൻ അവിടെ കൊണ്ടുതരാന്ന് പറഞ്ഞു. ബാക്കി എന്റെ കൂടെ നടന്ന ചെറുപ്രായത്തിലെ ബാല്യകാലം മുതൽ നടന്ന എന്റെ സുഹൃത്തുക്കളൊക്കെയും ആ പന്തലിലും അവരുടെ വീടിന്റെ മറ്റു പരിസരങ്ങളിൽ ഇരിക്കുമ്പോൾ എന്റെ ശരീരത്തിന്റെ അവസ്ഥ, എന്റെ വ്രണവും കാര്യങ്ങളെല്ലാം കണ്ട് അവരെന്നെ അവിടുന്ന് പറഞ്ഞു വിടുവാനിടയായി. ഞാൻ വീണ്ടും നിരാശയിലേക്ക് പതിക്കുവാനിടയായി. വീണ്ടും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി വീണ്ടും ഞാൻ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കായി. വീണ്ടും ശരീരം തകർന്ന് അപ്പോൾ തന്നെ ഈ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗവും ബോധരഹിതനായിട്ടുള്ള ജീവിതമൊക്കെയും വീണ്ടും ചില പ്രശ്നങ്ങൾക്കൊക്കെയും കാരണമായി, വീണ്ടും ചില അപകടങ്ങൾക്ക് കാരണമായി, വീണ്ടും ചില കേസുകൾക്ക് കാരണമായി. ആ കേസുകളൊക്കെയും പോലീസ് സ്റ്റേഷനിലൊക്കെയും പോകുന്ന രീതിയിൽ, കോടതിയിലോട്ടൊക്കെയും പോകുന്ന രീതിയിലൊക്കെയും ആയി. എന്റെ ജീവിതം തീർത്തും ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു, അഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു. അഴുകി ഏകദേശം തീർന്നു പോകുന്ന വിചാരിച്ച് ഞാൻ അപ്പോഴൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു, എന്റെ ജീവിതം എന്ത് ചെയ്യാണ്, ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് ഒരിക്കലും എന്റെ 30ാമത്തെ വയസ്സ് കാണാൻ സാധിക്കത്തില്ല, ഒരിക്കലും അതിന് മുൻപോട്ടുള്ള ജീവിതം എനിക്ക് കാണാൻ സാധിക്കത്തില്ല. അന്നേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. കാരണം എന്റെ ജീവിതം അപ്രകാരമായിരുന്നു. കാരണം ചില ദിവസങ്ങൾ കൂടി മാത്രമേ എന്റെ ജീവിതമുള്ളൂ, അല്ലെങ്കിൽ നാളെയും കൂടി മാത്രം എന്റെ ജീവിതമുള്ളൂ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ആ ദിവസങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം അപ്രകാരം ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടും അപ്രകാരമായിരിക്കുന്ന വലിയ നിരാശയും ഒക്കെ എന്റെ ജീവിതത്തിലുണ്ട്. ഒരിക്കൽ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ വെച്ച് ഞാൻ എന്റെ ഒരു ഷർട്ടും ഒരു ഷർട്ടും ഒരു പാന്റും മാത്രം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇടാൻ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ നടക്കുന്ന സമയത്ത് എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് ചങ്ങനാശ്ശേരിയിലൊക്കെയും വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നവരും അതേപോലെ ഷൂവിന്റെ കടകൾ നടത്തുന്നവരും ഒക്കെ എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും അതേപോലെ തിരുവല്ല, ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെയും ചെറുപ്രായത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് ജോലി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്ന ആളുകളൊക്കെയാണ്. അവരൊക്കെ എന്നെ കാണുമ്പോൾ മുഖം തിരിഞ്ഞ് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഒരിക്കൽ എന്റെ ഇടാനുള്ള വസ്ത്രമില്ലാണ്ട് ഞാൻ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ വെച്ച് ഞാൻ ഇട്ടുകൊണ്ട് നടന്ന എന്റെ പാന്റ് കീറിപ്പോയിട്ട് ഞാൻ ഒരു കടയിൽ കയറി ഒരു ജീൻസ് പാന്റ് മോഷ്ടിച്ചു. എന്റെ ഒരു സുഹൃത്തിന്റെ കടയെന്ന്. അവന് അത് വളരെ വിഷമമായി തീർന്നു. ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത്, കാരണം എന്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ ചെയ്തതാണ്. അവനോട് പറഞ്ഞാൽ ചോദിച്ചു വാങ്ങാനുള്ള മനസ്സ് എനിക്ക് അനുവദിച്ചില്ല. അപ്രകാരം ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് പിന്നീട് ഭാവിയിൽ താൻ സുഹൃത്ത് എന്നോട് നിരസപ്പെടുകയൊക്കെയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി.
അങ്ങനെ വീണ്ടും നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ എൻ്റെ ഭവനത്തിലേക്ക് നിരന്തരം ദേവദാസന്മാർ കടന്നു വരുമായിരുന്നു. ആ സമയങ്ങളിൽ എൻ്റെ രോഗാവസ്ഥ ഇപ്രകാരം മൂർച്ഛിച്ച സമയങ്ങളിൽ എൻ്റെ ജീവിതം വഴിമാറി താറുമാറായി പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് എൻ്റെ മമ്മി എന്ത് ചെയ്യുവാനിടെ ആ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും കൂട്ടായ്മകളിലും രഹസ്യമായി കടന്നു പോകുന്നുണ്ടായിരുന്നു. മമ്മി അങ്ങനെ കടന്നുപോയി ചില തിരുവല്ലയിലും ഒക്കെയുള്ള ചില സഭകളിലും ഒക്കെയും കടന്നുപോയും പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ പരിചയത്തിൽ അനേക ദേവദാസന്മാരും അതേപോലെ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ വീടിന്റെ അടുത്ത് ചില പെന്തക്കോസ്ത് സഭകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ പാസ്റ്റർമാരും അവിടുത്തെ പാസ്റ്ററുടെ മക്കളും അതേപോലെ നമ്മൾക്ക് പരിചയമുള്ള ചില പെന്തക്കോസ്ത് കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. എൻ്റെ ഒപ്പം പഠിക്കുകയും എൻ്റെ ഒപ്പം നടന്ന ചില സഹോദരന്മാരുണ്ട്. അവരൊക്കെ സുവിശേഷ വേലയിലായിരിക്കുന്ന അനേകരുണ്ട്. അവര് എൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് നിരന്തരം അവർ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയും എന്നോട് സുവിശേഷം പറയാൻ എന്നോട് പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്യുമായിരുന്നു. ഞാൻ അവർ വരുമ്പോൾ തന്നെ അവരെ ഞാൻ ആട്ടി ഓടിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എനിക്ക് ആവശ്യമില്ല, കാരണം എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു, എനിക്കിനിയും പുതിയൊരു ജീവിതത്തിന്റെ ആവശ്യമില്ല. എൻ്റെ മനസ്സ് തന്നെ എന്നെ നിരാശപ്പെട്ടിരിക്കുക. കാരണം ഇനി ആരാലും എനിക്കൊരു വിടുതൽ വേണ്ട. കാരണം ഓൾറെഡി നാട്ടിൽ എൻ്റെ പേര് കളങ്കപ്പെട്ടിരിക്കുന്നു. കാരണം എൻ്റെ മോശമായിരിക്കുന്ന ജീവിതവും തെറ്റായ ജീവിത സാഹചര്യങ്ങളും ഒക്കെയും കൊണ്ട് എൻ്റെ നാട്ടിലെ എൻ്റെ സഹോദരങ്ങൾക്ക് ഞാനൊരു മാനക്കേടായി മാറിയിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു നാണക്കേടായി മാറിയിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ പോലും ഇവൻ എൻ്റെ സുഹൃത്താണെന്ന് പറയാൻ പറ്റാത്ത നിലയിലുള്ള ജീവിത സാഹചര്യങ്ങൾ അപ്രകാരമുള്ളൊരു പ്രവൃത്തിയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഒരു നല്ലൊരു ജീവിതം വേണ്ട, എൻ്റെ രോഗം നന്നായാലും ഞാൻ ഇനി ജീവിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എൻ്റെ ഉള്ളിലുണ്ട്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് എവിടെയെങ്കിലും പോയി മരിച്ചാൽ മതി എന്നുള്ള ചിന്തയില്ല. ഈ ദേവദാസന്മാർ നിരന്തരം കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ അവരെ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും വീണ്ടും അവർ നിരന്തരം കടന്നു വരികയും എൻ്റെ വീട്ടിൽ പ്രാർത്ഥനകളും എൻ്റെ മമ്മിയുടെ അനിയത്തി ആ സമയത്ത് തന്നെ മമ്മിയുടെ ഒപ്പം ചേർന്ന് താനും രക്ഷിക്കപ്പെടുവാനിടയായി. ആ ഭവനങ്ങളെല്ലാം നിരന്തരം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ ദേവദാസന്മാരുടെ നിരന്തരമായ കടന്നുവരവ് ഞാൻ ഒരിക്കൽ അവരോട് ഇപ്രകാരം പറഞ്ഞു, ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കട്ടെ, അപ്പോൾ ഞാൻ സമ്മതിക്കാം. ഇവരെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്രകാരമുള്ള ഒരു കാര്യം ഞാൻ സംസാരിച്ചു. ഇവരെ പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കടന്നു വരികയോ എന്നോട് സംസാരിക്കുകയോ ചെയ്യില്ലെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു വിട്ടത്. ഇങ്ങനെ ഒരിക്കൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് സുഹൃത്തുക്കള് രാത്രി 10 മണിക്ക് ശേഷമാണ് സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുകൂടുന്നത് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ. അവര് അവിടെ ഉപയോഗിക്കാൻ ഒരു വീടുണ്ട്, ഒരു 3 നില വീടാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്. ആ മുകളിൽ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിലും ആള് താമസിക്കട്ടെ, ഏറ്റവും മുകൾ ഭാഗത്തെ ആ റൂം ഒഴിഞ്ഞു കിടക്കുക. അപ്പൊ അവിടെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടാ. ആ ഭവനത്തിൽ അവരുടെ മാതാപിതാക്കളെല്ലാം വിദേശത്തായതുകൊണ്ട് എല്ലാവരും വൈകുന്നേരങ്ങളിൽ അവിടെ ഇരുന്ന് മയക്കുമരുന്നും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അന്ന് ആ സഹോദരങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലുമാണ്. അവരൊക്കെയും വളരെ എന്നെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. എന്നൊക്കെ അവര് പകൽ സമയങ്ങളിൽ അവരുടെ വീടിനടുത്ത് വരാൻ പോലും അനുവദിക്കാതെ രാത്രി ഞങ്ങൾ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ എന്തോ ഒരു വന്നു, പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പോകുന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി. അവരോട് പറഞ്ഞ് നാളെ മുതൽ ഞാൻ ഇവിടെ വരുന്നില്ല. അവര് പറഞ്ഞു നീ വന്നാലും വന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കാരണം അവരുടെ കണ്ണിൽ അതേപോലെ ഞാനൊരു തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയും ഞാൻ പോയി മുഖമൊക്കെ കഴുകി. ആ സമയങ്ങളിൽ എൻ്റെ താടിയൊക്കെ നീട്ടി വളർത്തി. എൻ്റെ 2 കാതിലും ഇവിടെ 3-4 റിങ്സ് ഉണ്ടായിരുന്നു. ഈ സൈഡിലുണ്ടായിരുന്നു ചെവിയുടെ കണ്ണിന് മുകളിലും ചുണ്ട് താഴെ അങ്ങനെ ഒരു രൂപമായിരുന്നു. മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു പ്രത്യേക ഒരു പ്രാകൃത രൂപത്തിലായിരുന്നു. ആ വീട്ടിലേക്ക് വന്ന് ഞാൻ എൻ്റെ മുഖം കഴുകി ഞാൻ മമ്മിയുടെ അലമാരിക്കകത്ത് പോയി നോക്കി. എന്തോ നോക്കുന്ന അറിയത്തില്ല, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു വസ്തു നോക്കുന്നുള്ള രീതി ഞാൻ തപ്പിയപ്പോ മമ്മി പറഞ്ഞു, എന്തോ എൻ്റെ അലമാരിക്കകത്ത് നോക്കുന്നത്, നിന്നെ പേടിച്ച് ഞങ്ങൾ 1 രൂപ പോലും വീട്ടിൽ വെക്കത്തില്ല എന്നോ. കാരണം ആ സമയങ്ങളിൽ അങ്ങനെ ഞാൻ പോയി കൈ കിട്ടുന്ന പൈസ എടുത്തോണ്ട് പോരും. ഞാൻ വീട്ടിൽ ഇങ്ങനെ തപ്പി നടന്നപ്പോൾ മമ്മിയുടെ ബൈബിള് എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ആ ബൈബിള് പോയി എൻ്റെ മുറിക്കകത്ത് പോയിരുന്ന കഥ കടച്ച് ആ ഉൽപ്പത്തി മുതലുള്ള പുസ്തകം കണ്ടിന്യൂസ് വായിച്ച് ആവർത്തന പുസ്തകം വരെയുള്ള ഭാഗം ഞാൻ വായിച്ചു. പിന്നീട് ഞാൻ ബൈബിള് തുറന്ന് പുതിയ നിയമത്തിൽ നിന്ന് പല വാക്യങ്ങൾ വായിച്ചു. വായിച്ചതിന് ശേഷം എനിക്ക് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബൈബിൾ വായിക്കാനുള്ള ഇങ്ങനെ എന്താ പറയുന്ന ടെംപ്റ്റേഷൻ ഉണ്ട്. ഞാൻ വീണ്ടും വായിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ബൈബിൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ദേവദാസനുണ്ട്, അദ്ദേഹത്തെ ഞാൻ ഫോൺ ചെയ്ത്, അതൊരു ജനുവരി മാസമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു, പാസ്റ്റർ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം.
എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവർ ചോദിച്ചു ഇതാരാ? ഞാൻ പറഞ്ഞു പ്രവീൺ. നമ്പർ മാറി വല്ലതും വിളിച്ച? ഞാൻ പറഞ്ഞല്ല, അവരെ പലപ്പോഴും ഞാൻ ഒഴിവാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ച്, അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ് അദ്ദേഹം കൊട്ടാരക്കരയിൽ ഇവിടെ ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി കടന്നു പോവായിരുന്നു. അപ്പോഴാണ് എന്റെ ഫോൺ വന്നത്. അദ്ദേഹം ഫോൺ ചെയ്ത് ആ ഭാഗത്ത് നടക്കുന്ന ആ സുവിശേഷ വേല തന്റെ ഭാര്യ സഹോദരനെ ഏൽപ്പിച്ച് അദ്ദേഹത്തോട് അത് ആ സുവിശേഷ മീറ്റിംഗിൽ പോയി പ്രസംഗിക്കുമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ആ ദേവദാസൻ ആ ബൈക്കിൽ എന്റെ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു പാസ്റ്റർ എനിക്ക് എവിടെയെങ്കിലും ഒരു കൺവെൻഷനോ മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് കൊട്ടാരക്കര പോയായിരുന്നു, ഇപ്പോൾ കുമ്പനാട് IPC കൺവെൻഷൻ നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് നേരെ ഞങ്ങൾ ആ IPC കൺവെൻഷന്റെ സ്ഥലത്തേക്ക് പോയി. ഞാൻ ആ കൺവെൻഷന്റെ സ്ഥലത്ത് പോയപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആ ഗേറ്റ് കടന്ന്, ഞങ്ങൾ ബൈക്ക് അല്പം മാറ്റി വെച്ച് ഞങ്ങൾ ആ ഗേറ്റ് കടന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ കടന്നു വന്ന ജനങ്ങളെല്ലാം എന്നെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ നോക്കുകയായിരുന്നു. കാരണം എന്റെ മുടിയൊക്കെ നീട്ടി വളർത്തി കാതിലും കഴുത്തിലും ഒക്കെ കമ്മലൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഒരു രൂപത്തിൽ ഒരു വ്യക്തി അകത്തേക്ക് കയറി വരുന്നപ്പോൾ ആളുകളെല്ലാം എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി. അപ്പം മീറ്റിംഗ് ഒക്കെ ആരംഭിച്ച് ഏകദേശമായിരുന്നു. അപ്പം സന്ദേശം ആരംഭിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ ഏറ്റവും ബാക്ക് സൈഡില് അവിടെ ഒരു സ്ഥലത്ത് ഞാൻ അവിടെ ഇരുന്ന് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയില്ല, അദ്ദേഹത്തിന്റെ പേര് പോലും അറിയില്ല. പക്ഷെ അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന എല്ലാ വാക്കുകളും ഞാൻ എന്റെ കൃത്യമായിട്ട് ഞാൻ ഏറ്റെടുത്തു. അന്നാണ് എനിക്ക് ഒരു ഇത് മനസ്സിലായത്, ദൈവം നമ്മളോട് സംസാരിക്കുമെന്ന് കൃത്യമായിട്ട് അന്നാണ് മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞ കറക്റ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായി എന്നോടുള്ളതാണ് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് അവിടെ കടന്നു ചെന്ന് അദ്ദേഹത്തിന്റെ ലൂടി ദൈവവചനം എനിക്ക് കേൾക്കുവാനിടയായി. ആ ദൈവവചനം കേട്ട് ഞാൻ അവിടെ നിന്നൊരു തീരുമാനമെടുത്ത് ഇനിയും ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഒരു തീരുമാനം എടുക്കാനിടയായി. അന്ന് രാത്രികാലം ഞാൻ ഒരു തീരുമാനം എടുത്ത് അതിനുശേഷം ഞാൻ വലിയ ഭവനത്തിലേക്ക് വന്നു. വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ ചിന്തകളൊക്കെ വീണ്ടും മാറി. എന്നാൽ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കടന്നു വന്ന് വീണ്ടും മദ്യം ഉപയോഗിക്കണമെന്നോ മയക്കുമരുന്ന് ഉപയോഗിക്കാന്നുള്ള ചിന്തയിലേക്ക് ആ മെസ്സേജിന്റെ കാര്യങ്ങളും ചിന്തകളും ഒക്കെ വിട്ടുപോയി. പിന്നെ ഞാൻ കടന്നുപോയ മദ്യം പിന്നീട് ഞാൻ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് വീണ്ടും കടന്നുപോയി. വീണ്ടും അടുത്ത് വരെ ചെന്നു ഞാൻ തിരികെ വന്നു. പിന്നെ ഞാൻ എന്റെ റൂമിനകത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ കൈകാലുകളിലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം ആ ദിവസങ്ങളിലൊക്കെ നിരന്തരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് കഞ്ചാവ് ഉപയോഗിക്കുന്ന നിലയിലുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ശരീരത്തിന് വിറയലും മറ്റു കാര്യങ്ങളൊക്കെ, എന്നാലും ഞാൻ അതിലേക്ക് കൈവെക്കാതെ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് പ്രാർത്ഥിച്ചു. ചിലപ്പോൾ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് മയക്കം പോലെ ഒരു പിന്നെ ഇറങ്ങിപ്പോവും. എന്തോ പ്രാർത്ഥിക്കേണ്ടെന്നോ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടോ ഒന്നും അറിയത്തില്ല. പക്ഷെ എന്റെ വായിൽ അന്നൊരു വാക്ക് ഇങ്ങനെ വന്നു, ദൈവമേ അങ്ങ് എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകുവാണെങ്കിൽ ആയുസിന്റെ അവസാനത്തോളം അങ്ങയുടെ വേല ചെയ്യാവുന്ന ഒരു പ്രാർത്ഥന ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ സുവിശേഷ വേല ചെയ്യാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർമാർ പോലും, ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ എന്റെ ഒരു കിഡ്നി സംബന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം കടന്നു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ ശരീരത്തിൽ ഒരു അവയവം പോലും കൊള്ളാവുന്നതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വളരെ രൂക്ഷമായിട്ട് വഴക്ക് പറഞ്ഞു. നിന്റെ ശരീരത്തിൽ ഒരു അവയവം പോലും കൊള്ളാത്തില്ല എന്നുള്ള രീതിയിൽ രൂക്ഷമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. നീ കുറച്ച് ദിവസത്തിനുള്ളിൽ നീ ചത്തുപോകും, അങ്ങനത്തെ വാക്കുകൾ അദ്ദേഹം എന്നോട് പറയാനിടയായി. അപ്പോ ഞാൻ ആ സമയത്ത് വീണ്ടും എന്റെ നിരാശ വർദ്ധിച്ച് ഇനി ജീവിക്കത്തുള്ള എന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഈ ദൈവവചനം കേട്ടതിന് ശേഷവും ഒക്കെ എനിക്ക് ഹൃദയത്തിൽ വീണ്ടും 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 ജീവിക്കുക എന്നുള്ള ചിന്ത വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകുകയാണെങ്കിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞു. ആ ദിവസങ്ങളിൽ എന്റെ രോഗം മുഖാന്തരം എന്റെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് നിരന്തരം മെമ്മോയും കാര്യങ്ങളും വരുന്നുണ്ട്. കാരണം ഞാൻ ജോലിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം കുടുംബത്തിലെ അംഗങ്ങളും മറ്റുള്ളവരും പറയും, എങ്ങനെയായാലും രോഗമൊക്കെ ഒന്ന് മാറി നീ ജോലിക്ക് പോയി ചേരാൻ പറയും. വീണ്ടും എന്റെ ശരീരം റിക്കവർ ആയി വരാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്കൊക്കെ പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ തുടങ്ങി. വീട്ടുകാര് പിന്നെ എന്റെ കരിയറിനെ പറ്റി സംസാരിക്കുന്നു, ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുന്നു, ഇന്ന് ജോലി ചെയ്യണമെന്ന് പറയുന്നു, നീ ബാംഗ്ലൂരിലെ ജോലി കണ്ടിന്യൂസ് ചെയ്യണം, അവിടുന്ന് വീണ്ടും പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കണം, അപ്രകാരമുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്റെ സഹോദരങ്ങൾ മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഉപദേശിക്കാൻ തുടങ്ങി. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഒറ്റ കാര്യമുള്ളായിരുന്നു, ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, കർത്താവിന്റെ വേല ചെയ്യുന്ന ഒറ്റ ചിന്തകളുള്ളായിരുന്നു എന്റെ ഹൃദയത്തില്. ഞാൻ അങ്ങനെ തീരുമാനമെടുത്ത്, നിങ്ങൾക്കറിയാം എന്റെ മെഡിക്കൽ റെക്കോർഡ് എടുത്ത് നോക്കി കാണാൻ എനിക്ക് 40ഓളം ആക്സിഡന്റുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരീരത്തിൽ ഒടിയാത്ത സ്ഥലങ്ങളിൽ, എന്റെ ശരീരത്തിൽ സ്റ്റിച്ച് ഇടാത്ത ഭാഗങ്ങളില്ല, അപ്രകാരമുള്ള ഒരു ജീവിതമായിരുന്നു.
നോക്കിയേ, ആ ശരീരം കൈയും കാലും കൊണ്ട് എനിക്ക് 10 മിനിറ്റ് പോലും നടക്കാൻ കഴിയാത്ത ശരീരമായിരുന്നു. ഞാൻ ആ തീരുമാനമെടുത്ത്, എന്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യുമെന്ന് തീരുമാനമെടുത്ത് ഞാൻ ബൈബിൾ എടുത്തുകൊണ്ട് ഓപ്പണായിട്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡുകൾ നടക്കുമായിരുന്നു. മീറ്റിങ്ങിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ പല സ്ഥലങ്ങളിൽ, നമ്മുടെ കിടങ്ങറ എന്ന് പറയുന്ന സ്ഥലത്തും, അതേപോലെ ആ സമയങ്ങളിലെ ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും പല സ്ഥലങ്ങളിലും, അതേപോലെ റാന്നി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മീറ്റിങ്ങിനൊക്കെ ഞാൻ സ്ഥിരം ആ സമയങ്ങളിലൊക്കെയും പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ കടന്നു പോകാൻ അവസരം കിട്ടി. അപ്പൊ ഞാൻ നടന്നു പോകുന്ന അന്ന് എന്റെ വാഹനമൊന്നും ഇല്ല, ഉണ്ടായിരുന്ന വാഹനങ്ങളും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ ബസ്സിലൊക്കെ പോകുന്നത്. അന്ന് ഞാൻ ബൈബിള് പൊതിഞ്ഞൊന്നും വെച്ചിട്ടില്ല, കയ്യിൽ ഇങ്ങനെ ബൈബിള് പിടിച്ചുകൊണ്ട് റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകും. അപ്പൊ അതുവരെ ഞാൻ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിക്കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ്. ഞാൻ താടിയൊക്കെ വെട്ടി മുഴുവൻ മുടിയെല്ലാം മുറിച്ച് ഒരു വൃത്തിയായ രീതിയിൽ നടക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഒരിക്കലും ഇങ്ങനെ കേട്ടതാ, ഒരു ഓപ്പണായിട്ട് 2 ആന്റിമാര്, എന്റെ വീടിനടുത്തുള്ള ആന്റിമാര് പറഞ്ഞു, എന്നെ നോക്കി, ആ താഴത്തെ വിജയമേടെ മോൻ പ്രവീൺ, അവൻ എന്തോ മാനസിക രോഗം ഉണ്ടായെന്ന് തോന്നുന്നു. കാരണം ഈ ദിവസങ്ങളിലെല്ലാം വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ ബൈബിളും പിടിച്ചോണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുവാണ്, അവൻ എന്തോ മാനസിക രോഗം ഉണ്ടായെന്ന് അവര് പരസ്പരം സംസാരിക്കുന്നത് ഞാൻ എന്റെ ചെവിയിൽ കേട്ടതാ. അവൻ കൂടെ നിന്നാ മറ്റേ ആന്റി പറയാ, അവനൊക്കെ എന്തുമാത്രം കഞ്ചാവ് അടിക്കുന്നത്, ഇതൊക്കെ അടിച്ചില്ലെങ്കിൽ ഇത് വന്നില്ലെങ്കിലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പരസ്പരം സംസാരിക്കാനിടെ എന്റെ മാറ്റം പോലും ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവര് വിചാരിച്ച് ഞാനൊരു മാനസിക രോഗിയായി തീർന്നിരിക്കുന്നു. കാരണം അപ്രകാരമുള്ളൊരു ജീവിതമായിരുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം ദൈവം എന്റെ ശരീരത്തിലെ ഓരോരോ രോഗങ്ങളായി മാറ്റുവാനിടയായി. എന്റെ ഡയബറ്റിക് രോഗം പൂർണ്ണമായി ദൈവം മാറ്റുവാൻ തക്കവണ്ണമിടയായി. എന്റെ കിഡ്നി സംബന്ധമായിരിക്കുന്ന പ്രശ്നത്തെ ദൈവം പൂർണ്ണമായി മാറ്റുവാനിടയായി. എന്റെ കണ്ണിന്റെ സംബന്ധമായ വിഷയങ്ങളെ ദൈവം പൂർണ്ണമായി മാറ്റുവാനിടയായി. എന്റെ കൈയും കൊണ്ടോ കാലുകൊണ്ടോ ഒന്നും ഭാരമുള്ള ഒരു ജോലിയും ചെയ്യുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഒടിവുകളും ചതവുകളും ഒക്കെ മുഖാന്തരം എന്റെ കാലൊക്കെയും ദൈവം പൂർണ്ണമായി സൗഖ്യം നൽകുവാനിടയായി. അങ്ങനെ ഞാൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം തമിഴ്നാട്ടിലുള്ള TBS തമിഴ്നാട് ബൈബിൾ സെമിനാരിയിൽ ചേർന്ന് 3 വർഷക്കാലം കർത്താവിന്റെ വചനം പഠിക്കുവാൻ ദൈവം അവസരം നൽകി. അതിനുശേഷം കോട്ടയത്തുള്ള ഫെയ്ത്ത് എന്ന് പറയുന്ന ബൈബിൾ കോളേജിൽ വീണ്ടും 1 വർഷത്തോളം കർത്താവിന്റെ വചനം പഠിക്കുവാൻ അവസരം ലഭിച്ചു. അതിനുശേഷം ഞാൻ തുടർന്ന് നോർത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ കടന്നുപോയി സുവിശേഷ വേല ചെയ്യുവാൻ എനിക്ക് എന്റെ ഉള്ളിൽ ദൈവം പ്രേരണ നൽകി. ആ സമയം ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന സമയം തൊട്ട് എന്റെ ഹൃദയത്തിനുള്ളിൽ നോർത്ത് ഇന്ത്യയിൽ പോയി കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള ഒരു ചിന്ത എന്റെ ഉള്ളിൽ ഇങ്ങനെ വരുമായിരുന്നു. ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ആ ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ആദത്ത് ദൈവം എനിക്ക് തന്നു. അതിനുശേഷം കർത്താവ് എന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും അയച്ചു. എല്ലാ സ്റ്റേറ്റിലും പോയി ഒരു പ്രാവശ്യമെങ്കിലും കർത്താവിനെ സാക്ഷീകരിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഞാൻ അങ്ങനെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ആദ്യമായി ഞാൻ കടന്നുപോയത് ജാർഖണ്ഡിൽ കടന്നുപോയി. അവിടെ സുവിശേഷ വേല ചെയ്യുവാൻ ദൈവം അവസരങ്ങളെ നൽകി. അവിടെ നിന്ന് പിന്നെ നോർത്ത് ഈസ്റ്റിന്റെ പല ഭാഗങ്ങളില്, മണിപ്പൂര്, നാഗാലാൻഡ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി സുവിശേഷ വേല ചെയ്യുവാൻ ദൈവം അവസരങ്ങളെ നൽകി. തുടർന്ന് ഞാൻ ഇപ്പോഴായിരിക്കുന്ന ഭൂട്ടാൻ ബോർഡർ, വെസ്റ്റ് ബംഗാൾ ഭൂട്ടാൻ ബോർഡറിലെ ജയഗാവ് അതേപോലെയുള്ള ഇതിന്റെ പ്രദേശങ്ങളിൽ ഏകദേശം 2013 തൊട്ടുള്ള സമയങ്ങളിൽ ഈ പ്രദേശങ്ങളിലൊക്കെയും സുവിശേഷ വേല ചെയ്യുവാൻ ദൈവം അവസരങ്ങളെ നൽകി. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി നേപ്പാളിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവം എന്റെ മറക്കാൻ പറ്റാത്ത ഒരു ജീവിതത്തിലെ ഒരു അനുഭവമാണ്. നേപ്പാളിലേക്ക് കടന്നു പോകണമെന്ന് ദീർഘവർഷങ്ങളായിട്ട് എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നേപ്പാളി ഭാഷ എനിക്കറിയത്തില്ല, നേപ്പാളിൽ ഒരു വ്യക്തിയെ പോലും എനിക്ക് പരിചയമില്ല. നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ഒരു തീരുമാനമെടുത്ത് ഇന്ന് നേപ്പാളിലേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനമെടുത്ത് നേപ്പാളിലെ വെസ്റ്റ് ബംഗാൾ നേപ്പാൾ ബോർഡർ കാക്കിരിപ്പിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന്, ആ ബസ് സ്റ്റാൻഡിൽ ബസ് അങ്ങോട്ടാ പോകുന്നത്, എവിടെയൊക്കെ എത്തുന്ന ഒന്നും അറിയില്ല. കാരണം പണ്ട് ഉത്തർപ്രദേശ് ബോർഡർ വഴി ആ ഭാഗങ്ങളിലൂടെ പൊക്ര, കാഠ്മണ്ഡു ഭാഗങ്ങളിലൊക്കെ ബൈക്കിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പേര് പോലും അറിയില്ല. ഞാൻ അവിടെ ചെന്ന് ബസ് സ്റ്റാൻഡിൽ ബസ്സിനകത്ത് കയറിയിരുന്ന് ബസ്സിലെ കണ്ടക്ടറോ മറ്റാരും ഇല്ല. തൊട്ടടുത്ത കൗണ്ടറിൽ ചെന്ന് ചോദിച്ചു, ഈ ബസ് എവിടെ വരെ പോകുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഈ ബസ് ഇന്ന സ്ഥലം വരുമോ, ബർദിവാസ് എന്ന് പറയുന്ന സ്ഥലം വരെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ ബർദിവാസ് ഉള്ള ഒരു ടിക്കറ്റ് എനിക്ക് തരാൻ പറഞ്ഞു. ബർദിവാസ് വരെയുള്ള ഒരു ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. ഞാൻ വീണ്ടും തിരിച്ച് ബസ്സിൽ വന്നിരുന്നു വെച്ചാൽ ആരും ബസ്സിനകത്ത് ആരും കയറുന്നില്ല. 1 മണിക്കൂറായി, 2 മണിക്കൂർ ആരെയും കാണുന്നില്ല. ഞാൻ തിരിച്ച് കൗണ്ടറിൽ ചെന്ന് ചോദിക്കാന്ന് വെച്ചപ്പോൾ കൗണ്ടർ അടച്ചിരിക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളോട് ചോദിച്ച്, ഈ കൗണ്ടറും ബസ്സിലും ഒന്നും ആളില്ലല്ലോ, എന്താ? അവൻ ചോദിച്ചു, ഏത് ബസ്സിൽ? ഈ ബസ്സിലാണ്. അപ്പൊ ടിക്കറ്റ് കാണിച്ചപ്പോൾ പറഞ്ഞു, ഈ ബസ് വൈകുന്നേരം 5 മണിക്കാ പോകുന്നത്. ഞാനപ്പോ 12:30 ആയപ്പോൾ ആ ബസ്സിൽ കയറിയിരിക്കുക.
5 മണിക്ക് പോകത്തുള്ളൂ. ആ കാര്യം പോലും എനിക്ക് ചോദിച്ച് മനസ്സിലാക്കുവാൻ അറിയത്തില്ല. ഞാൻ ആ ടൗണിലെ കാക്കിരിപ്പെട്ട ടൗണിൽ പല സ്ഥലങ്ങളിൽ നടന്ന് പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ ഏകദേശം 3 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും ആ ബസ്സിലേക്ക് വന്ന് ഒരു അല്പം വെള്ളവും കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെയും കയ്യിൽ കരുതി ബസ്സിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പോയി. പോകുന്ന വഴിയിൽ ഒരു സഹോദരനെ പരിചയപ്പെട്ടു. ആ സഹോദരനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാന് ദൈവം നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ അയച്ചതാന്ന് പറഞ്ഞു. ഞാൻ എന്റെ വാക്കിൽ പ്രകാരം പറഞ്ഞു. അതുവരെ നല്ല സ്നേഹത്തോടെ സംസാരിച്ച സഹോദരൻ, താൻ ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു സഹോദരൻ, അത്രയും സ്നേഹത്തോടെ സംസാരിച്ച അദ്ദേഹം പിന്നീട് എന്നോട് സംസാരത്തെ നിർത്തി. പിന്നെ തന്റെ ഫോൺ ചെയ്ത് തന്റെ സഹോദരങ്ങളുമായിട്ട് സംസാരിക്കുന്നത് കേട്ട് അവരുടെ ഭാഷയിൽ, അവർ ഈ മൈഥിലി ഭാഷ നേപ്പാളി ഭാഷയൊക്കെ മിക്സ് ചെയ്ത് സംസാരിക്കുന്നത്, ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ മനസ്സിലായി. പിന്നീട് അവരുടെ വീട്ടിൽ നിന്ന് എന്തോ ഒരു അനുകൂലമായ ഒരു റെസ്പോൺസ് കിട്ടിയെന്ന് മനസ്സിലായി. ഇദ്ദേഹത്തിന്റെ മുഖം വീണ്ടും പ്രസന്നമായി. അദ്ദേഹം പറഞ്ഞു, ശരി ഇന്ന് രാത്രിക്ക് 2 മണിയൊക്കെ എത്തുമ്പോൾ നമ്മൾ ബർദിവാസിലെത്തും. ബർദിവാസിൽ നിന്ന് ഇവന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ വീണ്ടും 25 കിലോമീറ്റർ ഉണ്ട്. അവിടേക്ക് വെളുപ്പിനെ 6 മണിക്ക് ബസ്സുള്ളൂ. ഞങ്ങൾ 2 മണിയായപ്പോൾ അവിടെ എത്തി. അവിടെ ഒരു കടത്തണ്ണയിൽ കുറച്ച് പേപ്പറൊക്കെ വിരിച്ച് അവിടെ കിടന്ന്, നല്ല കൊതുക് ഉണ്ടായിരുന്നു, കൊതുകടിയൊക്കെ ഏറ്റ് അവിടെ കിടന്ന്. പിറ്റേ ദിവസം രാവിലെ 6 മണിയായ ബസ് വന്നു. ബസ്സിൽ കയറി യാത്ര ചെയ്യുവാനിടയായി. യാത്ര ചെയ്തു കുറച്ച് ദൂരം ചെന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത് 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 ഞങ്ങൾ അവിടെ രാം ഗോപാൽപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി. അവിടുന്ന് വീണ്ടും നടക്കുവാൻ തുടങ്ങി. രാം ഗോപാൽപൂരിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഭാസ്കർപൂർ എന്ന് പറയുന്ന ഒരു വേറൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് പോകണം. ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു വയലിനിടയിലുള്ള ഒരു വഴിയാ. നടന്നു പോകുമ്പോൾ മഴ വെള്ളം പെയ്ത് മുട്ടറ്റവും അരയറ്റത്തോളം വെള്ളം കയറി കയറി വെള്ളം പൊങ്ങുവാൻ തുടങ്ങി. അപ്പൊ എന്റെ കയ്യിലിരുന്ന ബാഗും എന്റെ ഷൂ ഒക്കെ ഒരു കൈ പിടിച്ചിരുന്നു. പിന്നെ വെള്ളം കൂടി വന്നപ്പോ എന്റെ പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ വീണ്ടും ഉയർത്തിപ്പിടിച്ച്. ഞാൻ ആ ഭവനത്തിൽ എത്തിച്ചേരുന്നവരെ ഇത്രയും വെള്ളമായിരുന്നു, വല്ലാത്തൊരു അനുഭവം. ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോൾ ആ ഗ്രാമത്തിന്റെ കവാടത്തിൽ കുറെ ആളുകൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക, എന്നെ സ്വാഗതം ചെയ്യാനോ എന്തോ ഒരു ഭയത്തോടെ കൂടി എന്നെ നോക്കുന്ന രീതി കണ്ടു. ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറി. അവർ പറഞ്ഞ്, എന്നാ കുളിച്ച് വിശ്രമിക്കുക, നമുക്ക് ആഹാരം കഴിക്കാം. ഞാൻ കുളിച്ചിട്ട് ആഹാരം കഴിച്ചു കുറച്ചു നേരം വിശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ അടുത്തൊരു വീട്ടിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ചിന്ത, അടുത്ത വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകാം, ഇവർക്ക് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരങ്ങള്, ഞാൻ ചെന്ന വീട്ടിലെ എന്റെ കൂടെ വന്നിരുന്ന സഹോദരന്റെ ജ്യേഷ്ഠന്മാർ ഒരിക്കൽ ബീഹാറിലെ പട്നയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി കടന്നു പോയപ്പോൾ അവർക്ക് രാത്രിയിൽ കിടക്കുവാൻ സ്ഥലമില്ലാത്തതിനാൽ അവിടെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ട് കണ്ട്. കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് പോയി ആ ഗ്രൗണ്ടിൽ ചുറ്റിപ്പറ്റി നിന്നു. കാരണം അവിടെ പ്രോഗ്രാം ഉണ്ട്, വൈകുന്നേരം രാത്രിക്ക് ആരെങ്കിലും കിടക്കും അവിടെ ഗ്രൗണ്ടിലോ കിടക്കാമെന്നുള്ള രീതിയിൽ അവരവിടെ നിന്നു. ആ സമയങ്ങളിൽ കുറച്ച് സുവിശേഷകന്മാർ ഇവരെ കണ്ട് ഇവരോട് സംസാരിച്ച് ഇവർക്ക് ഒരു ബൈബിൾ കൊടുക്കുകയും കുറെ നേരം സുവിശേഷമൊക്കെയും പറയുകയും ചെയ്തു. അത് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമായിരുന്നു. പിന്നീട് അവർക്ക് തുടർച്ച ഉണ്ടായിരുന്നില്ല, കാരണം ദൈവമായിട്ടോ ദൈവവചനമായിട്ടോ തുടർച്ച ഉണ്ടായിരുന്നില്ല. പക്ഷെ അവര് അന്ന് മുതല് ഞാൻ ചെല്ലുന്ന ആ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ബൈബിള് തുറന്നു വെച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പാട്ടുപുസ്തകമുണ്ട്. ആ പാട്ടുപുസ്തകത്തിൽ എല്ലാ പാട്ടും അവർ പാടും. കാരണം അവർക്ക് ഒറ്റ പാട്ടിന് ട്യൂൺ അറിയത്തില്ല. അതുകൊണ്ട് ഒന്നാമത്തെ പാട്ട് മുതൽ എല്ലാ പാട്ടുകളും എന്ത് ചെയ്യുന്നു, അവർ പാടും. ഇത് പാട്ടുപുസ്തകം എന്നറിയാം. അപ്പൊ അവര് ആരാധിച്ചു വരുന്ന പണ്ടുണ്ടായിരുന്ന അവരുടെ മതത്തിന്റെ ആ പാട്ടിന്റെ ട്യൂണുകളും ഒക്കെയും വെച്ച് ഇത് ഒപ്പിച്ച് ഈ പാട്ടുകളൊക്കെയും പാടുമായിരുന്നു. എന്നിട്ട് ബൈബിളും നിരന്തരം വായിക്കും. അവർക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഭവനത്തിലേക്കാണ് ദൈവം എന്നെ അയച്ചത്. ഞാൻ അവിടേക്ക് കടന്നു ചെന്ന് ഒരിക്കൽ പോലും അറിയാത്ത അവിടേക്ക് ചെന്ന് അപ്പോൾ ആണ് അവിടുത്തെ പ്രിയപ്പെട്ടവരൊക്കെയും ഞാൻ ചെല്ലുന്നു പറഞ്ഞിട്ട് ഇവർ ആ ഗ്രാമത്തിൽ മുഴുവൻ അറിയിച്ച്, കേരളത്തിൽ നിന്ന് ഒരു പാസ്റ്റർ വരുന്നു എന്നുള്ള രീതിയിൽ. അത് വലിയ, ഞാൻ എന്നെ പറ്റി അവർക്ക് അറിയത്ത് പോലില്ല. അവർ പറഞ്ഞു അവർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണെന്നുള്ള രീതിയിലൊക്കെ ഇവർ അവിടെ എല്ലാം സംസാരിച്ച്. കാരണം ഈ സഹോദരൻ പറഞ്ഞു, ആ ബസ്സിൽ അത്രയും പേരുണ്ടായിരുന്നിട്ടും എൻ്റെ അടുത്ത് മാത്രമാണ് സംസാരിച്ചത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന്. ഈ ഗ്രാമത്തിൽ മുഴുവൻ പറഞ്ഞ് പിന്നീടാണ് മനസ്സിലായത് ഈ ഭാസ്കർപൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളിൽ നിരന്തരം മഴ പെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചില സ്ഥലങ്ങളാണ്. കാരണം നമുക്കറിയാം ബീഹാറിന്റെ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഭാഗങ്ങളാണ് ആ ഏരിയ ഒക്കെ. നമുക്ക് ജനക്പൂര് അതേപോലെയുള്ള ബീർഗഞ്ച് തുടങ്ങിയുള്ള സ്ഥലങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏരിയ. പക്ഷെ ഈ ഭാസ്കർപൂർ എന്ന് പറയുന്ന പ്രത്യേക ഗ്രാമത്തിൽ മാത്രം ദീർഘനാളായിട്ട് മഴ ലഭിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പോഴാണ് ഞാൻ ചെല്ലുന്ന അന്ന് നല്ല മഴ. ഈ വെള്ളം കൂടുതൽ പൊങ്ങാനുള്ള കാരണം എന്ന് ചോദിച്ചാല് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും മഴ വരാത്തത് കൊണ്ട് വെള്ളം ഒഴുകി പോകേണ്ട ഈ ഡ്രെയിനേജുകളും അതേപോലെ ചാലുകളൊക്കെയും മണ്ണ് നിറഞ്ഞ് കിടന്നത് കൊണ്ട് വെള്ളം ഒഴുകി പോകാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം പൊങ്ങിയത്.
ആ ഭവനത്തിൽ അവർ പറഞ്ഞു, നിങ്ങൾ കാലുകുത്തിപ്പോഴേ ഇവിടെ മഴ പെയ്യാൻ ഇടയായി, നിങ്ങൾ വലിയ മാന്ത്രികനാണ്, വലിയ സ്വാമിയാന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഞാൻ അതിനെപ്പറ്റി തിരിച്ചൊന്നും പറയാൻ എനിക്ക് സാധിച്ചില്ല. കാരണം അവരുടെ ഭാഷ കൊണ്ട് അവർ സംസാരിക്കുക, ഞാൻ തിരിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു, അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ പ്രിയപ്പെട്ടവർ പറഞ്ഞു, അവിടെ ഒരു പ്രായമുള്ള ഒരു മാതാവ് വയ്യാതെ കിടപ്പുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ എന്റെ റൂമിൽ ഇരുന്ന് ഞാൻ കുറെ നേരം കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങനെ ഇത്രയും ദൂരം കൊണ്ടുവന്നു. കാരണം ഇവിടെ വന്ന് ഈ പ്രിയപ്പെട്ടവരെ കാണുവാൻ ദൈവം അവസരങ്ങളെ നൽകി. അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ അങ്ങ് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ച് ആ പ്രിയ ഭവനത്തിലേക്ക്, ആ മാതാവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഏകദേശം 8 വർഷത്തോളമായി തളർന്നു കിടക്കുന്ന ഒരു മാതാവ് തന്നെ ഇങ്ങനെ സാരിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുക, എല്ലും തോലും മാത്രമുള്ള ഒരു മാതാവ്, തന്റെ മൂക്കിലും വായിലും ഒക്കെ കഫം കയറി നിറഞ്ഞിട്ട് ശ്വാസം എടുക്കാൻ പോലും കഴിയാത്തൊരു ഇരിക്കുന്ന ഒരു മാതാവിനെ ഞാൻ അവിടെ കടന്നു ചെന്ന് വീട്ടിനകത്തേക്ക് കയറാൻ നേരത്ത് അവർ പറഞ്ഞ, അകത്തേക്ക് കയറണ്ട, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ മഴയില്ലായിരുന്നത് കൊണ്ട് അവർ ഈ മേൽക്കൂരയൊന്നും കച്ചിയോ മറ്റു കാര്യങ്ങളോ വെച്ച് അവർക്ക് അത് കവർ ചെയ്യാൻ സാധിച്ചില്ല. പെട്ടെന്ന് മഴ വന്നപ്പോൾ വീട്ടിനകത്ത് മുഴുവൻ വെള്ളമാണെന്ന് പറഞ്ഞു, മുട്ടറ്റം വെള്ളത്തിലാണ്. അതുകൊണ്ട് നമുക്ക് മുറ്റത്തിരുന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. മുറ്റത്ത് അവർ ഈ കറ്റ മെതിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടിരിക്കുന്ന തറ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇരുന്ന് അവിടെ വെച്ച് അമ്മച്ചിയെ കൊണ്ടുവന്ന് താഴെ കിടത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, അമ്മച്ചിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവര് ചുമയ്ക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് ശക്തമായിട്ട് ചുമച്ചു കഴിഞ്ഞ് ഞാൻ അവിടുത്തെ പിതാവിനോട് പറഞ്ഞു, അല്പം എണ്ണ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ എണ്ണ കൈവച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ കയ്യിലും കാലിലും നെറ്റിലും ഒക്കെ തടവി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നീർന്ന് കിടന്ന അമ്മ ഒരു സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കാനിടയായി. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് തല ഉയർത്തി ഇങ്ങനെ കൈ പൊക്കി. എന്റെ ഭർത്താവിനോട് പറഞ്ഞ് കൈ പിടിക്കാൻ പറഞ്ഞു. അദ്ദേഹം കയ്യിൽ പിടിച്ച് അവരെ ഉയർത്തി അവർ ഇരുന്നു. കാരണം 8 വർഷമായിട്ട് ഒരേ കിടപ്പിൽ കിടന്ന അമ്മച്ചി അവിടെ ഇരിക്കാനിടയായി. ഇരുന്ന് ഇങ്ങനെ രണ്ട് മുട്ടും മടക്കി മുട്ടിനിടയിൽ തല വെച്ച് ഇങ്ങനെ ഇരുന്ന് കുറെ നേരം ഇരുന്ന് വീണ്ടും ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച് അമ്മച്ചി തല പൊക്കി നോക്കി. എന്നിട്ട് അവിടുന്ന് വാ തുറന്ന് എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു. പെട്ടെന്ന് അവരുടെ ഉണ്ടായ മാറ്റം കണ്ടപ്പോൾ ആ ഗ്രാമത്തിലുള്ള ആളുകൾ എല്ലാവരും ഓടിക്കൂടി. അവർ പറഞ്ഞ്, അപ്പൊ ഈ സഹോദരന്മാർ പറഞ്ഞു, നിങ്ങളും പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അല്പം കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. ഞാൻ ഏകദേശം 45 മിനിറ്റോളം എനിക്ക് അറിയാവുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എല്ലാം കൂടി ചേർന്ന് ഒരു 45 മിനിറ്റ് അവിടെ നിന്ന് സുവിശേഷം പ്രസംഗിച്ച് കർത്താവിനെ പറ്റി പറഞ്ഞു. പിന്നീട് ആ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാനായത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വലിയ ജനക്കൂട്ടം അവിടെ വന്ന് ആ പഞ്ചായത്തിന്റെ മെമ്പറും അതേപോലുള്ള ആളുകളൊക്കെയും കടന്നു വന്ന് അവരെയൊക്കെയും നിരനിരയായി നിർത്തുവാനും ക്യൂവിൽ നിർത്താനും ഒക്കെ അവർ പരിശ്രമിച്ച് അവരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം വലിയൊരു ഭയം ഉണ്ടായി. കാരണം ഇത്രയും ജനങ്ങളൊക്കെ വരുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനെപ്പറ്റി എനിക്ക് വളരെ ഭയം ഉണ്ടായി. എന്നാലും ആദ്യം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ എടുത്ത് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു 5-6 പേര് വന്ന് പ്രാർത്ഥിച്ചപ്പോഴേ പിന്നെ എനിക്ക് തളർച്ചയുണ്ടായി. കാരണം ഞാൻ ക്ഷീണിച്ചു പോയി, പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റാതെ. പിന്നെ പെട്ടെന്ന് ഓരോരുത്തരുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഏകദേശം 10-60ഓളം സഹോദരിമാർ വന്ന് പറഞ്ഞു ഞങ്ങളുടെ നടുവേദന സൗഖ്യമായി. ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൈയുടെ പ്രശ്നം മാറി. ഏതൊരു വലിയ സാക്ഷ്യങ്ങൾ പറയുവാനിടയായി. അതിനുശേഷം അത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞു അടുത്ത ദിവസം വ്യാഴാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ഞാൻ മടങ്ങി പോകുമെന്നാണ് ആഗ്രഹിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നാളെ വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്, ഞാൻ മടങ്ങി പോകുന്നു. അപ്പൊ അവർ പറഞ്ഞു, ഇല്ല, ഒരു ദിവസം കൂടി നിൽക്കേ, നമുക്കിവിടെ ശനിയാഴ്ചയാണ് ആരാധന ദിവസം. കാരണം അവിടെ ശനിയാഴ്ചയാണ് പബ്ലിക് ഹോളിഡേ, സൺഡേ അവിടെ വർക്കിംഗ് ഡേ ആണ് നേപ്പാളിൽ. അപ്പൊ ശനിയാഴ്ച നമുക്ക് ആരാധനയ്ക്ക് ശേഷം പോവാന്ന് പറഞ്ഞു. ഓക്കെ, ശരി, നിങ്ങൾ എവിടെ ആരാധിക്കുക? ഞങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? അപ്പൊ ആ സഹോദരൻ പറഞ്ഞ്, രാജ് എന്ന് പറയുന്ന സഹോദരനാണ് എന്നെ അവിടേക്ക് കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുണ്ട്, നവീൻ, അതേപോലെ സുനിൽ, അനിൽ, ഗംഗ എന്ന് പറയുന്ന 3-4 സഹോദരങ്ങളുണ്ട്. ഇവര് 4 സഹോദരങ്ങളും മാതാപിതാക്കളും മാത്രം ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്പനേരം പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നത് എന്താ, ബൈബിള് തുറന്നു വെക്കും, ബൈബിള് വായിക്കും, അതിനകത്ത് ഏതൊരു പാഠപുസ്തകത്തിൽ ഏതൊരു പാട്ടെടുക്കും, ആ പാട്ടങ്ങ് അവർക്കറിയാവുന്ന ട്യൂണിൽ പാടും, എന്നിട്ട് ബൈബിൾ മടക്കി വെക്കും. അവർക്കറിയാവുന്ന രീതിയിൽ 3-4 തവണ ആമേൻ ആമേൻ ഹല്ലേലൂയ പറയും. അല്ലാതെ കൃത്യമായിട്ട് ഒരു പ്രാർത്ഥനാ ജീവിതമൊന്നും അറിയില്ലായിരുന്നു. അവരെന്നിട്ട് അത് നിർത്തി. അത്രേ ഉള്ളൂ അവരുടെ കാര്യങ്ങൾ. അപ്പൊ അവരൊരു ആരാധന എന്നുള്ള രീതിയിൽ അവരുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം, അവരുടെ വീട്ടിലൊരു സഭ ഉണ്ടാകണം. അതുകൊണ്ട് മിലാബ് ചർച്ച് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മിലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടാരം എന്നുള്ളതാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പേരൊക്കെ എഴുതി വെച്ചിരുന്നു. അതിനെപ്പറ്റി അവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ബൈബിൾ വായിച്ചോ പഴയ നിയമത്തിലൊക്കെ ഇങ്ങനെ കണ്ടതുകൊണ്ട് അവരും ആ പേര് കൊടുത്തു. അപ്പം യഥാർത്ഥമായ സഭ നടത്തുന്നോ ആരാധനാക്രമങ്ങളോ ഒന്നും അറിയില്ല.
ആ സഹോദരങ്ങളുടെ ഇടയിലേക്ക് ദൈവം അയച്ച് ഞാൻ വെള്ളിയാഴ്ച ദിവസം അവിടെ നിന്ന് സഹോദരങ്ങൾ പറഞ്ഞു, ഇവിടെ ഈ നദിക്ക് അപ്പുറത്ത് ശ്രീരാംപൂർ എന്ന് പറയുന്ന വേറൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ ജനങ്ങളും ഈ ഗ്രാമത്തിലെ ജനങ്ങളും തമ്മിൽ ദീർഘവർഷങ്ങളായിട്ട് ഒരു വൈര്യത്തിലാണ്. പരസ്പരം അവർ സംസാരിക്കുകയോ അവരിവിടെ വരുകയോ ഇവർ അവിടെ പോവുകയോ ചെയ്യുകയില്ല. അതിനിടയിലുള്ള നദിക്ക് അക്കരയ്ക്കല്ലേ അവർക്ക് കൃഷി ഉണ്ടെങ്കിൽ പോലും കൃഷിയുടെ അകത്ത് നിന്ന് സംസാരിക്കും, പക്ഷെ പരസ്പരം ഇവർ അവരുടെ വീട്ടിലോ ഒന്നും പോവുകയില്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ നാളെ നമുക്ക് ആ ഗ്രാമം ഒന്ന് വിസിറ്റ് ചെയ്യാം. സഹോദരങ്ങൾ പറഞ്ഞു, ഓക്കെ പോവാം. ഞങ്ങൾ ആ ഗ്രാമത്തിൽ ചെന്ന് ആ ഗ്രാമത്തിന്റെ അവസ്ഥ എനിക്ക് ഹൃദയം തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം അവിടെ ഒരു തണുപ്പിന്റെ സമയമായതുകൊണ്ട് പ്രായം ചെന്ന മാതാപിതാക്കളൊക്കെയും ഈ കച്ചി പുതച്ച് കിടക്കുന്ന, ശരീരത്തിൽ കച്ചിയിട്ട് മൂടി കിടക്കുന്ന, കാരണം അവരുടെ തണുപ്പ് ഇതിനു വേണ്ടി തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കച്ചിയും ചാക്കും ഒക്കെ പുതയ്ക്കുന്നു. അതുപോലെ ദീർഘവർഷം പഴക്കമുള്ള ഈ കമ്പിളികളൊക്കെ ഉണ്ട്, കീറിയ കമ്പിളികളൊക്കെ പുതച്ച് വല്ലാത്തൊരു ദാരിദ്ര്യ അവസ്ഥയിൽ കിടക്കുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലും ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിക്കാനും സുവിശേഷം പറയാനിടയായി. പിന്നെ ആ ഗ്രാമത്തിലെ എല്ലാവരും പറഞ്ഞു, നാളെ നവീന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, എല്ലാവരും വരണമെന്ന് പറഞ്ഞു. എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പറഞ്ഞു. ഒരു പറഞ്ഞു വരാമെന്ന് പറഞ്ഞ് എല്ലാവരും പോയി. ഈ നവീന്റെ ഗ്രാമത്തിലെ എല്ലാവരോടും പറഞ്ഞിരുന്നു, പ്രാർത്ഥിച്ചിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നെ മനസ്സിലായി. പിന്നെ റോഡിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഓരോരുത്തർ വന്ന് എന്നെ നമസ്തേ പറയും, എന്റെ കാല് തൊട്ട് വന്നിക്കുകയൊക്കെ ചെയ്യും. ഞാൻ കാലിൽ തുടരുന്നൊക്കെ പറയാം. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, നാളെ നവീന്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ട്, എല്ലാവരും വരണമെന്ന് പറഞ്ഞു. ഈ ഗ്രാമത്തിലെ ഈ രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ട് പരസ്പരം സംസാരിക്കാതിരുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ. ഞാൻ നവീനോട് ചോദിച്ചു, ശ്രീരാംപൂരിലെ ആളുകൾ വരുമോ എന്ന് ചോദിച്ചു. വെള്ളിയാഴ്ച രാത്രി പറഞ്ഞു, വരാൻ ചാൻസ് കുറവാണ്, കാരണം ഇവിടെ അങ്ങനെയാണ്, അവര് വർഷങ്ങളായിട്ട് മിണ്ടത്തില്ല, എന്ത് കാര്യം ഉണ്ടെങ്കിലും വരാറില്ല. അടുത്ത ദിവസം രാവിലെ ഞാനൊരു 6 മണിക്ക് ആയപ്പോൾ എഴുന്നേറ്റ് ഇവരുടെ ബാക്ക് സൈഡ് വലിയ വിശാലമായ വയലും അതേപോലെ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ സഹോദരന്മാര് ഞാൻ കൃഷിയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞങ്ങൾ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരികെ വന്നപ്പോൾ ഈ ഗ്രാമത്തിൽ ഈ നവീന്റെ വീടും അതിന്റെ പരിസരത്തൊക്കെ വലിയൊരു ജനക്കൂട്ടം, ഏകദേശം ഒരു 10-200 പേരോളം അവിടെ നിൽക്കുന്നു. ഇവര് വന്ന് നവീനൊക്കെ ഓടി വന്ന്, നവീൻ പറഞ്ഞു അവിടെ ആള് കൂടി നിൽക്കുക. എന്താ അവർ ഓടി വന്ന് നോക്കിയപ്പം ഈ ശ്രീരാംപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ മിക്ക ആളുകൾ, ഒട്ടുമിക്കകളും ഭൂരിപക്ഷ ആളുകൾ ഈ ഗ്രാമത്തിലേക്ക് വന്ന്, ഈ ഗ്രാമത്തിലെ ആളുകൾ അവരെ വീട്ടിൽ കയറ്റുകയോ ഒന്നും ചെയ്യില്ല. കാരണം അവർ അതുപോലത്തെ ഒരു രീതിയിലാണ് അവരുടെ സമ്പ്രദായം, ജാതി സമ്പ്രദായവും കാര്യങ്ങളും ഒക്കെ. ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്, ഈ ശ്രീരാംപൂരിൽ നിന്ന് വന്ന ജനങ്ങളെ ഇവര് ഈ ഗ്രാമത്തിലെ ആളുകൾ അവർ വീട്ടിൽ കയറ്റിയിരുത്തി അവർക്ക് ചായ കൊടുക്കുന്നു, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു, പല കാര്യങ്ങൾ കൊടുക്കുന്നു. എന്റെ കണ്ണിൽ കണ്ട ഒരു കാഴ്ചയാണ്. 2 സുഹൃത്തുക്കൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് സ്കൂളിലൊക്കെ പഠിച്ച് അവര് ഏകദേശം 25 വർഷത്തിന് അധികമായി പരസ്പരം കണ്ടാൽ പോലും മിണ്ടത്തില്ലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നു. ഇവര് കണ്ടിട്ട് പറഞ്ഞു, നീ എന്റെ കുഞ്ഞിലെ എന്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു, പിന്നെ നമ്മളുടെ ഗ്രാമങ്ങൾ കാരണം മിണ്ടാതായി എന്ന് പറഞ്ഞ് ഇദ്ദേഹം കെട്ടിപ്പിടിച്ച് പരസ്പരം രണ്ടുപേരും കരയുന്ന ഒരു കാഴ്ച കണ്ട്. അതിനുശേഷം അന്ന് അവിടെ ആരാധന നടന്ന്, ആരാധനയ്ക്ക് ജനങ്ങള് ഇവരുടെ വീടിനകത്തിരിക്കാൻ പറ്റില്ല, കാരണം വീടിന്റെ ടെറസ് നീളമുള്ള വീടാണ്. മുകളിലാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ഈ എന്താ പറയാ, ഈ നെല്ലും കാര്യങ്ങളൊക്കെ ഉണക്കുന്നതിനുള്ള രീതിയിലൊക്കെ ക്രമീകരിച്ചു. അതിന്റെ മുകളിൽ ആരാധന ക്രമീകരിച്ചു. അന്ന് അവിടെ ആരാധിച്ചു. വീടിന് മുകളിൽ നിറച്ച ആളുകള്, ആ വീടിന്റെ മുറ്റത്ത് മുഴുവൻ ആളുകൾ, ആ ഗ്രാമത്തിലെ ഇഷ്ടംപോലെ ആളുകൾ എല്ലാരും കൂടി ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ വളരെ നേരം വചനം പ്രസംഗിച്ച് ആരാധന നടത്തുന്ന ഒരു ക്രമീകരണവും ആ സിസ്റ്റവും കാര്യങ്ങളൊക്കെയും ഇവരെ പഠിപ്പിക്കുന്നുള്ള നിലയിൽ ഞാൻ അത് പ്രകാരം ചെയ്ത് വചനമൊക്കെയും പ്രസംഗിച്ച് നല്ല രീതിയിൽ ആരാധന നടത്തി. അന്ന് രാത്രിക്ക് ഞാൻ തിരികെ പോകാൻ ആഗ്രഹിച്ചു. അടുത്ത ദിവസം സൺഡേ ആണ്. സിലിഗുഡിയിൽ ഒരു ചർച്ചിൽ കടന്നുപോയി ആരാധിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് ശനിയാഴ്ച രാത്രി തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ ദൈവം എന്റെ ഹൃദയത്തിൽ പ്രകാരം സംസാരിച്ച്, ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ ഇരുന്ന് ആ പ്രിയ 2 സഹോദരന്മാർ, നവീൻ പിന്നെ സുനിൽ എന്ന് പേരുള്ള 2 സഹോദരന്മാർ ആ ഭവനത്തില്, അവരെ വിളിച്ച് വേർതിരിച്ച് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, കർത്താവ് നിങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവാത്മാവ് പറഞ്ഞ രീതിയിൽ അവരെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചു. ഇന്ന് ഞാൻ പറയട്ടെ, ആ നവീൻ എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് സ്വന്തമായ ഒരു ആലയം കെട്ടി ഇന്ന് ബർദിബാസിന്റെ ഭാഗത്ത് ഏറ്റവും വലിയ സഭയുടെ ദേവദാസനായിട്ടാണ് താൻ ഇരിക്കുന്നു. തുടർന്ന് ദൈവവചനം പഠിക്കുവാനും നല്ല രീതിയിൽ ഇപ്പോൾ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. സുനിൽ എന്ന് പറയുന്ന സഹോദരൻ ജനക്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. തനിക്കും അവിടെ സഭയുണ്ട്. രാജ് എന്ന് പറയുന്ന സഹോദരൻ താൻ ഇന്ന് കാഠ്മണ്ഡുവിന്റെ പ്രദേശത്ത്
താനും സുവിശേഷ വേലയുടെ ബന്ധത്തിലായിരിക്കുന്നു. ഞാൻ കടന്നുപോയ ഗ്രാമത്തിന്റെ ആ ഒരു ചുറ്റുവട്ടത്ത് എങ്ങും ഒരു പാസ്റ്ററെന്നോ സുവിശേഷ വേലയൊന്നോ കേട്ടുകേൾവിയില്ലാതിരുന്ന ആ ഗ്രാമത്തിൽ ഇന്ന് ഏകദേശം 15ഓളം സുവിശേഷകന്മാരുണ്ട്. ഇന്ന് 15 പേരോളം അവിടെ സുവിശേഷ വേല നടത്തുന്ന അവർക്ക് സഭകളുണ്ട്. ഈ അനുഭവം എന്റെ സുവിശേഷ വേലയുടെ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായ അനുഭവം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി ഇന്നും അത് നിലനിൽക്കുന്നു. കർത്താവ് അപ്രകാരം എന്നെ കൊണ്ട് അവിടെ പ്രവൃത്തി ചെയ്തെടുത്തിരുന്നു. തുടർന്നും അവിടുന്ന് ഞാൻ കടന്നു വന്നു. ഇപ്പോഴും നിരന്തരമായി അവരുമായും ആ പ്രിയപ്പെട്ടവരുമായിട്ട് ബന്ധമുണ്ട്. സമയം ലഭിക്കുമ്പോഴൊക്കെയും അവിടേക്ക് കടന്നു പോകും. അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കും. പല സ്ഥലങ്ങളിലൊക്കെയും കടന്നു പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ദൈവം ഇപ്രകാരം എന്നെ വഴിയിൽ നടത്തുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതം നശിച്ചു, ഇനി എനിക്കൊരു നല്ല ജീവിതം ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഇടത്ത് നിന്ന് ദൈവം ഇതുവരെയും എന്നെ കൊണ്ട് എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. പണ്ട് എന്റെ മാതാപിതാക്കൾ, എന്നെ ഏറ്റവും വെറുത്തിരുന്ന മാതാപിതാക്കള് ഇന്ന് എന്റെ പേര് ചൊല്ലി അവര് അഭിമാനം കൊള്ളും. എന്നെ കണ്ടാൽ ഒഴിവാക്കിയിരുന്ന എന്റെ സുഹൃത്തുക്കള് ഇന്ന് എന്നെ ഫോൺ ചെയ്ത് പല കാര്യങ്ങൾക്കും സജസ്റ്റ് ചെയ്യും. എന്നെ പറ്റി എന്റെ കൂടെ കൂട്ടുകൂടിയാൽ ജീവിതം നശിച്ചു പോകുന്നു പറഞ്ഞിരുന്ന മാതാപിതാക്കള് ഇന്ന് എന്നെ ഫോൺ ചെയ്ത് പറയും, പ്രവീൺ, എന്റെ മോന് വേണ്ടി നീ ഒന്ന് സംസാരിക്കണം, അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, നീ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നുള്ള രീതിയിൽ ആയി മാറുവാനിടയായി. പണ്ട് ഏറ്റവും മോശമായ നിലകളിൽ ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാതെ എന്റെ നാട്ടിലെ ജനങ്ങള് ഭൂരിഭാഗം ആളുകളും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സുവിശേഷമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് ഒരു ദേവദാസന്മാരുമായോ മറ്റു സംഘടനകളുമായോ ആരുമായോ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. ആരെന്നെ സഹായിക്കും, ആരെനിക്ക് കൈത്താങ്ങം നൽകും ഒന്നും ഒരു ചിന്തയില്ലായിരുന്നു. ഞാൻ എപ്രകാരം അത് കർത്താവിന് കൊടുത്ത തീരുമാന പ്രകാരം ഞാൻ അവിടുന്ന് ഇറങ്ങി. ഇതുവരെയും ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കുറവുമില്ലാതെ ദൈവം എന്നെ നടത്തി. എനിക്ക് 30 വയസ്സ് കാണുമോ എന്ന് പോലും കഴിയാതിരുന്ന ചിന്തിച്ചിരുന്ന എന്റെ ജീവിതത്തെ ദൈവം വീണ്ടും 10 വർഷം കൂടി അധികമായി നൽകുവാനിടയായി. ഒരിക്കലും ഒരു നല്ല ജീവിതം ലഭിക്കുകയില്ല എന്ന് പറയുന്നത്, എനിക്ക് ഒരു കുടുംബമുണ്ട്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ നൽകി. ഇന്ന് ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ ഇന്ന് മൈക്കുമായി ഞങ്ങളുടെ താമസിക്കുന്ന ഇടങ്ങളിൽ ഏകദേശം 50-100 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കടന്നു പോകും. എന്റെ ഭാര്യ പാട്ട് പാടും, മൈക്കിൽ പാട്ട് പാടും, ഞാൻ അവിടുന്ന് സുവിശേഷം പ്രസംഗിക്കും. എന്റെ 2 കുഞ്ഞുങ്ങള് ഇവിടെയുള്ള ഭവനങ്ങളിൽ കയറി ഇറങ്ങി ട്രാക്ട് കൊടുക്കുന്നു, അനേകരോട് സുവിശേഷം പറയുന്നത്. എന്റെ മോള് സ്കൂളിലെ ടീച്ചേഴ്സിന് വേണ്ടി അവരുടെ സ്റ്റുഡൻസിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കും. പ്രകാരമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം എനിക്ക് ദൈവം നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ എളിയ സന്ദേശം, എന്റെ ജീവിതാനുഭവം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏറ്റവും പാപിയായി ഏറ്റവും മോശമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന എനിക്ക് ദൈവം നല്ലൊരു ജീവിതം നൽകുമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും അധികമായി നല്ല ജീവിതം ദൈവം നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കും. ഇപ്രകാരം അവസരങ്ങളെ നൽകി തന്ന അരോമ ടിവിയും അതേപോലെ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠ ദേവകൃത്യൻ ഡാനിയൽ ജോൺ പാസ്റ്ററിനോടുമുള്ള നന്ദിയും ഇത്തരണത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. എന്റെ ജീവിതത്തിലെ ഒരു നല്ല ഒരു അവസരമായി സമയമായി ഞാൻ ഇതിനെ കാണുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവസരങ്ങളെ നൽകി തന്ന ദേവദാസനോട് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ താഴ്മയോടെ ദൈവഭാഗത്തിൽ ആഗ്രഹിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ആമേൻ, ആമേൻ, സ്തോത്രം. ഞാൻ ഈ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര ഭയങ്കരം, എത്ര അത്ഭുതം, അവർണ്ണനീയം എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല യൗവനം, നല്ല ബാല്യം, പക്ഷേ അത് എങ്ങനെ അത് ഈ നിലയിൽ ഒക്കെ മാറ്റപ്പെട്ടു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ അവിടെ അന്വർത്ഥമാകുകയാണ്. ഒരു സമയത്ത് അഴുകിത്തീർന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ച് ആത്മഹത്യ തിരഞ്ഞെടുത്ത പല സന്ദർഭങ്ങളിൽ അതിനുവേണ്ടി ഒരുമ്പിട്ടിറങ്ങി. എന്നാൽ ദൈവം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. ജീവിതത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമയായി നാട്ടുകാർക്കും വീട്ടുകാർക്കും നിയമപാലകർക്കും എല്ലാ കൂട്ടുകാർക്കും ഒരപമാനമായി, ഒരു നിന്ദാപാത്രമായി, അവഗണനയായി, തലവേദനയായി തീർന്ന ഒരു കാലഘട്ടം.
സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ എല്ലാം കേടുവന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആന്തര അവയവങ്ങൾ, കിഡ്നി, മറ്റ് അവയവങ്ങൾ എല്ലാം കേടുവന്നു. ശരീരം മുഴുവനും സ്വയം ദുർഗന്ധം വമിക്കുന്ന ഒരനുഭവത്തിലേക്ക് പോയി. പൂർണ്ണ രോഗിയായി മാറി. ജീവനും മരണത്തിനും ഇടയിൽ നിൽക്കുന്ന ആ ഒരു കാലഘട്ടം. ആർക്കും രക്ഷിപ്പാൻ കഴിയാത്ത, ആർക്ക് സഹായിപ്പാൻ കഴിയാത്ത, ആർക്കും വേണ്ടാത്തവനായി, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം വിരൂപമായ ആ ഒരു രംഗമൊക്കെ കേട്ടപ്പോൾ അതിഭയങ്കരമായ ആ രംഗങ്ങൾ അവർണ്ണനീയം. ഇന്ന് പ്രവീൺ കുമാർ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ദൈവം എങ്ങനെ രൂപപ്പെടുത്തി, എങ്ങനെ മാറ്റി, എങ്ങനെയാണ് ഈ അനുഭവത്തിലേക്ക് വരുവാൻ കഴിഞ്ഞത്? അതെ, കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞതായ യേശുവിൻ്റെ രക്തം ആ ശിരസിൽ തളിക്കപ്പെട്ടതുകൊണ്ട്, ആ ശരീരത്ത് വീണതുകൊണ്ട് ആ പാപത്തിൻ്റെ മാലിന്യങ്ങൾ കഴുകി മാറ്റപ്പെട്ടു. പാപത്തിൻ്റെ കറകൾ മാറി, പാപത്തിൻ്റെ ദുർഗന്ധം മാറി, പാപത്തിൻ്റെതായ ആ കടും ചുവപ്പായിരുന്ന ആ വഷളത്വം മാറിപ്പോകുവാനിടയായിപ്പോയി. എന്നാൽ ആ സ്ഥാനത്ത് ക്രൂശിലെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വചനം പകർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അതിഭയങ്കരമായ മാറ്റം, അതൊരു വൈദ്യശാസ്ത്രത്തിനോ നിയമപാലകർക്കോ മാതാപിതാക്കന്മാർക്കോ സുഹൃത്തുക്കൾക്കോ സമൂഹത്തിനോ തരുവാൻ കഴിയാത്ത മാറ്റം. അത് വിദ്യാഭ്യാസം കൊണ്ടും ജീവിതത്തിലെ പിടിപാടുകൾ കൊണ്ടും സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടും ലഭിക്കാത്തതായ ഉയർച്ച. ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഒരു മനുഷ്യന് തകർന്നു പോകാൻ, നശിച്ചു പോകുവാൻ, സ്വയം നശിക്കുവാൻ ഒരു സെക്കൻഡ് മതി, ഒരു നിമിഷം മതി. ഒരു വ്യക്തിക്ക് നശിച്ചു പോകുവാൻ, സ്വയം തകർന്നു പോകുവാൻ. എന്നാൽ ഒരു വ്യക്തിയെ തിരുത്തി കൊണ്ടുവരുക, ഒരു വ്യക്തിയെ നേരെയുള്ള പാതയിലേക്ക് വഴി നടത്തുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മനുഷ്യൻ എത്ര ശ്രമിച്ചാലും നടക്കാത്ത കാര്യം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപാകെ മുട്ടുമടക്കാത്ത ആരുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വിളിയുടെ മുൻപാകെ മുട്ടുമടക്കാത്ത ആരുമില്ല. അതെ, ഒരു ദിവസം എടുത്തതായ ആ തീരുമാനം, ആ ദൈവദാസനെ വിളിച്ച് കുമ്പനാട് കൺവെൻഷനിലേക്ക് പോകുവാനും അവിടെ വെച്ച് കേട്ടതായ ദൈവത്തിൻ്റെ വചനം അത് ദൈവശബ്ദമായി ഏറ്റെടുത്ത് ജീവിതത്തിൽ അന്ന് വരുത്തിയ ആ ഒരു മാറ്റം, എടുത്ത തീരുമാനം, അത് വലിയ ഒരു വിടുതലിലേക്ക് നയിച്ചു. ഒരു പക്ഷെങ്കിൽ അവിടെ പ്രസംഗിച്ച ആ ദൈവദാസന്, കർത്താവിൻ്റെ ദാസൻ പ്രവീൺ കുമാറിനെ ഇപ്പോൾ അറിയാമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം, ആമേൻ, എല്ലാം മുന്നമേ കണ്ടിരുന്നു. ആ ദൈവദാസൻ അന്ന് പറഞ്ഞ ആ സന്ദേശം എത്രയോ പ്രവീൺ കുമാറുകളെ അതുപോലെ ഒരു പക്ഷെങ്കിൽ വിടുവിച്ചെടുക്കുവാൻ തക്കവണ്ണം ഒരു പ്രവീൺ കുമാറിനെ ദൈവം ഒരുക്കിയെടുക്കുകയായിരുന്നു. പിന്നത്തേതിൽ ദൈവവചനം പഠിച്ചു, കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചു. അതിനു മുൻപ് നല്ല ജോലി ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നല്ല ഒരു എഞ്ചിനീയറായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ എയർപോർട്ടിൽ നല്ലൊരു ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ മകനായി നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം തച്ചുടയ്ക്കുന്ന രീതിയിൽ, വലിച്ചു കീറുന്ന രീതിയിൽ മദ്യവും മയക്കുമരുന്നും ലഹരിയും കൂട്ടുകെട്ടും അതിനെ മലിനപ്പെടുത്തുവാൻ, കളങ്കപ്പെടുത്തുവാൻ ഇടയായി തീർന്നപ്പോൾ കുമ്പനാട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ കേട്ടതായ ദൈവത്തിൻ്റെ വചനം, അവിടെ കേട്ടതായ ആ ദൈവശബ്ദം, ഇതിനെല്ലാം വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് പുനഃസൃഷ്ടി നടത്തി കേടുപാടുകളെ മാറ്റി ആന്തരിക സൗഖ്യവും
മാനസിക സൗഖ്യവും ശാരീരിക സൗഖ്യവും ആത്മീയ വിടുതലും തന്ന് കർത്താവിൻ്റെ ഒരു പുനഃസൃഷ്ടിയായി, ഒരു പുതുസൃഷ്ടിയായി മാറുവാൻ ദൈവം കൃപ ചെയ്തതുകൊണ്ട് ഇന്ന് എങ്ങോട്ടൊന്നില്ലാതെ അബ്രഹാം യാത്ര പുറപ്പെട്ടു. ലക്ഷ്യസ്ഥാനത്ത് ദൈവം കൊണ്ടെത്തിച്ചതുപോലെ ദൈവം കൊണ്ടെത്തിച്ചു. ആമേൻ. ഇന്ന് ഗ്രാമങ്ങളിൽ സുവിശേഷ വേല ചെയ്യുവാൻ, നേപ്പാളിൽ ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ, ദൈവദാസന്മാർ എഴുന്നേൽക്കുവാൻ, ദൈവസഭകൾ പണിയപ്പെടുവാൻ, വളരപ്പെടുവാൻ, അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ ബംഗ്ലാദേശിൻ്റെ പ്രദേശത്ത്, നേപ്പാളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ ചുറ്റുപാടുകളിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബത്തെ ദൈവം ഇന്ന് കർത്താവിൻ്റെ ദാസൻ പ്രവീണിലൂടെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യനെ സ്വാധീനിക്കുവാൻ ഉള്ള ശക്തിയാണ് ഈ ഒരു സാക്ഷ്യത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അനേക പ്രിയപ്പെട്ടവർ, അനേക കുടുംബങ്ങൾ, അനേക യൗവനക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും പാരമ്പര്യത്തിനും മറ്റ് പലവിധമായ സാഹചര്യങ്ങൾക്കും അടിമപ്പെട്ട് ജീവിതത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിക്കുമ്പോൾ അവരൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്: ഞങ്ങളൊക്കെ പറഞ്ഞു കുഴഞ്ഞു, ഞങ്ങൾക്കാർക്കും അവനെ ശരിയാക്കാൻ പറ്റില്ല, അവരെ ശരിയാക്കാൻ പറ്റില്ല, അവളെ ശരിയാക്കാൻ പറ്റില്ല, അവരെല്ലാം കൈയൊഴിയുക. നിയമപാലകർക്ക് തലവേദനയായിരിക്കുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു ഭാരമായിരിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഞങ്ങളെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സാക്ഷ്യം, ഈ പ്രവീൺ എന്ന് പറയുന്ന ഈ കർത്താവിൻ്റെ ദാസന്റെ സാക്ഷ്യം നിങ്ങൾ അവർക്ക് കൊടുക്കൂ. അവർ കേൾക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ. സ്തോത്രം. യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല, ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല, ദൈവവചനത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെള്ളയാകും. അത് രക്താംബരം പോലെ കടിച്ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ വെള്ളയായിത്തീരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം എത്ര കൊടും പാപിയായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും ദൈവത്തിൻ്റെ വചനം ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുന്നതിന് പര്യാപ്തമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആകയാൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ശ്രോതാക്കളെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൽ, ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ ഇതുപോലെ തകർച്ചയിലേക്ക് പോകുന്നുവെങ്കിൽ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നുവെങ്കിൽ, സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ ഈ സാക്ഷ്യം ഷെയർ ചെയ്തു കൊടുക്കൂ. അവരും കേൾക്കട്ടെ. യേശു ആ കുടുംബത്തെ, ആ വ്യക്തിയെ രക്ഷിക്കുവാൻ മതിയായവരാണ്. മതത്തിനോ മതഗ്രന്ഥങ്ങൾക്കോ വ്യക്തികൾക്കോ ഒരു വ്യക്തിയെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലെ സ്നേഹത്തിന് ഏത് തകർന്ന വ്യക്തിയെയും പണിയുവാൻ, ഏത് വ്യക്തിയെയും ജീവിപ്പിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിയുമെന്ന് അനുഭവസ്ഥർ വിളിച്ചു പറയുമ്പോൾ ആമേൻ, അതിന് രണ്ട് പക്ഷമില്ല. ആകയാൽ ഒരു നിമിഷം നമ്മെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കും. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ദൈവസന്നിധിയിൽ കർത്താവ് നിങ്ങളെ രക്ഷിച്ചില്ലേ? ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ നമുക്ക് അവസരമൊരുക്കി കൊടുക്കാം. ഈ സാക്ഷ്യം അനേകായിരം പ്രിയപ്പെട്ടവരെ സ്വാധീനിക്കുവാൻ, ഇതിൽ പറഞ്ഞതുപോലെ, ഇതിൽ കേട്ടതുപോലെ ഇനിയും ഈ വചനങ്ങൾക്ക് ശക്തിയുണ്ടെന്നുള്ള വസ്തുത നമുക്ക് വെളിപ്പെടുത്തുവാൻ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ചാട്ടെ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കാട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുമോ? കർത്താവിൻ്റെ ദാസൻ പ്രവീൺ കുമാറിനും കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ വെസ്റ്റ് ബംഗാളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു, നേപ്പാളിൽ വിവിധ ഇടങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷ പ്രവർത്തനത്തിൽ അവർ പങ്കാളികളായിരിക്കും. ഈ കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ശക്തമായി അവരെ ഉപയോഗിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യം അനേക യൗവനക്കാരെ, അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് തിരിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ സമയം കർത്താവിൻ്റെ ദാസൻ പ്രവീൺ കുമാർ ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനും തിരുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല സ്വർഗീയ പിതാവേ,
ഈ നല്ല സന്ധ്യാസമയത്തിനായി കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത്രത്തോളം നേരം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ നൽകുന്ന അവസരത്തിനായി സ്തോത്രം. ദൈവമേ, അങ്ങ് നടത്തിയ വിധങ്ങളെയും അങ്ങ് അടിയങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന നന്മകളെയും വീണ്ടും ഒരിക്കൽ കൂടി സാക്ഷീകരിക്കാൻ കൊണ്ട് നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പിതാവ് വചനത്തിൽ കാണുന്നുവല്ലോ, ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വച്ചവനായിരുന്നു, എങ്കിലും കർത്താവെ അങ്ങയുടെ ഒറ്റ വിളി കൊണ്ട് ലാസർ ജീവനുള്ളവനായി പുറത്തു വരുവാൻ കൊണ്ട് ഇടയായി. അതേപോലെ നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ കർത്താവെ അങ്ങ് മഞ്ചൽ ചുട്ടപ്പോൾ തന്നെ തന്റെ മകൻ സൗഖ്യമുള്ളവനായി ജീവനുള്ളവനായി പുറത്തു വന്ന് തന്റെ മാതാവിന് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള വാക്യങ്ങളൊക്കെ ഞങ്ങൾ വചനത്തിൽ കേൾക്കുവാൻ കൊണ്ടവിടെയായി. അപ്രകാരം തക്കണം കർത്താവെ അടിയന്റെയും ജീവിതത്തിൽ പിതാവെ പ്രവർത്തിച്ച് കർത്താവെ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അങ്ങ് ക്രിയ ചെയ്തെടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നല്ലോ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. കർത്താവ്, ഏറ്റവും പിതാവ് മോശമായ നിലകളിൽ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന, ഇനി ഒരു മുന്നേറ്റമില്ല, ഉയർച്ചയില്ലാതെ ജീവിച്ചിരുന്ന എന്റെ ജീവിതത്തിൽ പിതാവെ വിടുതലുകളെ നൽകി തന്ന കർത്താവെ, ഇന്ന് പിതാവ് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ക്രിയ ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പ്രിയപ്പെട്ടവർ കർത്താവെ ഇന്ന് പിതാവെ ഈ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് ആത്മഹത്യയുടെ പക്കത്തായിരിക്കുന്നുവെങ്കിൽ, രോഗക്കിടക്കയിലായിരിക്കുന്നുവെങ്കിൽ, ജീവനുള്ള ദൈവമേ തന്റെ മക്കൾക്ക് പൂർണ്ണമായ വിടുതലുകളെ അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയ നന്മകളെ അങ്ങ് നൽകെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കുടുംബത്തിന് പിതാവെ, മാതാപിതാക്കൾക്ക്, സമൂഹത്തിന് തലവേദനയായി നിൽക്കുന്ന പിതാവെ ഏതെങ്കിലും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, മാതാപിതാക്കൾ ഏറ്റവും വിഷമത്തിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, ഈ പിതാവെ അവരുടെ മേൽ പിതാവ് അങ്ങയുടെ പ്രവർത്തികളെ അയച്ച് അവർക്ക് നല്ല ജീവിതത്തെ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമാക്കി അവരെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കും. മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, സഭയ്ക്ക്, ബന്ധുമിത്രാദികൾക്ക്, അതേപോലെ ദേശത്തിനൊക്കെയും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോമ ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പിതാവെ ടി മുഖാന്തരം കർത്താവെ അനേകരുടെ ജീവനുള്ള പിതാവെ സാക്ഷ്യങ്ങളെ കേൾപ്പാൻ തക്കണം കർത്താവെ. ഈ ദിവസങ്ങളിൽ പിതാവെ അങ്ങ് നൽകി തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനേകരുടെ ജീവിതാനുഭവങ്ങൾ കേൾപ്പാനും അത് മുഖാന്തരം വീണ്ടും ക്രിസ്തുവിൽ വളരുവാനും അനേകർക്ക് കർത്താവെ ഒരുക്കി കൊടുക്കുന്ന ഈ സാഹചര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും പിതാവെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രവർത്തികളെ ചെയ്തെടുപ്പാൻ തക്കണം കർത്താവെ അങ്ങ് ചെയ്തെടുക്കണം പിതാവെ അങ്ങ് പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ മനസ്സിലെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും കർത്താവെ അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകരുടെ മധ്യത്തിലേക്ക് ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ കൊണ്ടെത്തിക്കുവാൻ കർത്താവെ തന്റെ പ്രവർത്തന മുഖാന്തരം അങ്ങ് പിതാവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ടിവിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ ദേവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ അടിയങ്ങളെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും കർത്താവ് വീണ്ടും അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവോട് കേട്ടുത്തരമുള്ള ജീവനുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രവീൺ കുമാർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ, കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമാറ്റിയുടെ ഓരോ ശ്രോതാക്കളുടേതായി നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ ജീവിതാനുഭവം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന് നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് ഡ്രഗ്സ് അഡിക്ഷനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. വിവിധ ഗ്രൂപ്പുകൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മോഹാതരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാവശ്യമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. aromatv.com.in എന്നുള്ളതായ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ
മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com